നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 24, തിരുവോണം നക്ഷത്രം. 2025 ഓഗസ്റ്റ് 9 ശനിയാഴ്ച. രാഹുകാലം രാവിലെ 9:24 മുതൽ 10:57 വരെ. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,431ാമത്തെ ദിവസമാണ്. മലയാളത്തിലെ കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 24 തീയതിയാണ്. ശകവർഷം 1947, ശ്രാവണ മാസം 18 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഇന്ന് ആഗസ്റ്റ് മാസം 9, 2025. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ തിഥി ഇന്ന് പൗർണമിയാണ്. 1:24 വരെയുള്ള ഉച്ചയ്ക്ക് 1:24 വരെയാണ് പൗർണമിയുള്ളത്. കരണം സിംഹകരണമാണ്. അതും 1:24 വരെ, ഉച്ചയ്ക്ക് 1:24 വരെയാണ്. നിത്യയോഗം സൗഭാഗ്യനാമ നിത്യയോഗമാണ്. അതും 2:15 വരെയുള്ള സമയത്താണ് ഈ നിത്യയോഗം വരുന്നത്. ഇന്ന് നാൾ തിരുവോണമാണ്. അത് ഉച്ചയ്ക്ക് 2:23 വരെയുള്ള സമയത്താണ് തിരുവോണം. അത് കഴിഞ്ഞാൽ അവിട്ടമാണ്. ഞാറ്റുവേല ആയില്യമാണ്. ദിവസം ശനി. ശനിയുടെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:49 ഉദയം സംഭവിക്കുന്നു. അസ്തമയമാകട്ടെ വൈകിട്ട് 6:42:17 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 23 മിനിറ്റ് 28 സെക്കൻഡാണ്. പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 9:24 തുടങ്ങി 10:57 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 6:18 തുടങ്ങി 7:51 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചയ്ക്ക് 2:03 തുടങ്ങി 3:36 വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ വർജ്യങ്ങളായിട്ടുള്ള സമയമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മിഥുനക്കൂറുകാർക്കാണ്. മകയിരത്തിന്റെ അരഭാഗം അഥവാ മകയിരം നക്ഷത്രം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്കാണ് ഇന്ന് ചന്ദ്രാഷ്ടമം സംഭവിക്കുന്നത്. ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ഈ ദിവസം ഈ നാളുകാർക്ക് ശുഭമായിട്ടുള്ള ദിവസമല്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:28 വരെയും തുടർന്ന് 12:32 മുതൽക്ക് 12:54 വരെയുമാണ്. 12:06 മുതൽക്ക് 12:54 വരെയാണ് ഈ അഭിജിത് മുഹൂർത്തം. ഈ അഭിജിത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇല്ലാതെ വരികയും വളരെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ശുഭകർമ്മങ്ങൾ തുടങ്ങേണ്ടതുണ്ടെങ്കിൽ ഇത് ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രം ഇന്ന് തിരുവോണമാണ്. എല്ലാ സൽക്കർമ്മങ്ങൾക്കും, പ്രതിഷ്ഠാദി കാര്യങ്ങൾ, ഉപനയനം, ഗൃഹപ്രവേശം, എല്ലാ തരത്തിലുള്ള പൗഷ്ടിക ശാന്തി കർമ്മങ്ങൾക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ദിവസമാണ് തിരുവോണം നക്ഷത്രം. പൗർണമി ആണ് തിഥി. ഈ പൗർണമി തിഥിയും എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്കും, യജ്ഞം, അതുപോലെ ഗൃഹകൃത്യങ്ങൾ, ശില്പം, പ്രതിഷ്ഠാദി കാര്യങ്ങൾ ഇവയ്ക്കൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം. നമസ്തേ. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. രാവിലെ പറഞ്ഞതുപോലെ ഇന്ന് നിരവധി പ്രത്യേകതകൾ ഉള്ള ദിവസമാണ് തിരുവോണം ദിവസം. പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് പിള്ളേരോണം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് രക്ഷാബന്ധൻ ദിനമാണ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ ഉള്ള ദിനമാണ്. നമുക്ക് ആദ്യം തന്നെ നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഭൂമി ഏറ്റെടുക്കലിൽ പാളിച്ച സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾ പ്രതിസന്ധിയിലെന്ന് കേന്ദ്രം. 476 ഹെക്ടറിൽ ഇതുവരെ ഏറ്റെടുത്തത് 73 ഹെക്ടർ മാത്രം. അട്ടിമറിക്കപ്പെടുന്നത് ശബരി റെയിൽപാത അടക്കമുള്ള പദ്ധതികൾ. വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. സന്ദർശനം ഓഗസ്റ്റ് 15 അലസ്കയിൽ. ഉക്രൈൻ റഷ്യ സമാധാന കരാർ മുഖ്യ അജണ്ട.
ഗാസയ്ക്കുമേൽ നടപടി കടുപ്പിച്ച് ഇസ്രായേൽ. നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. നീക്കത്തെ എതിർത്ത് ഐക്യരാഷ്ട്രസഭ. ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. 123 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഗംഗോത്രി ഉത്തരകാശി ദേശീയപാതയിൽ രാത്രിയിലും മണ്ണിടിച്ചി. ഇടതുമുന്നണി വിടണമെന്ന് CPI. പാളകീറും പോലെ കീറിയെറിഞ്ഞവരാണ് CPM-കാരെന്ന് വിമർശനം. CPI-യിൽ ജാതി വിവേചനമെന്നും പ്രതിനിധികൾ. ബിനോയ് വിശ്വത്തിനും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. സാഹോദര്യ ബന്ധത്തിന്റെ സന്ദേശവുമായി ഇന്ന് രക്ഷാബന്ധൻ. ഭാരതത്തിലുടനീളം വിപുലമായ പരിപാടികൾ. ഇന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 83ാം വാർഷികം. അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് ഡ്യൂട്ടിയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതിൽ DME റിപ്പോർട്ട് മറ്റന്നാൾ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന് കുരുക്കുമുറുകുന്നു. സാക്ഷിമൊഴികൾ വേടനെതിരെന്ന് സൂചന. മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും വീണ്ടെടുക്കാൻ കഴിയാതെ പോലീസ്. ഇന്ന് ഏറെ പ്രത്യേകതയുള്ള ദിനമാണ്. ഇന്ന് രക്ഷാബന്ധനാണ്. ശ്രാവണ മാസത്തിലെ പൗർണമി ദിനമാണ് രക്ഷാബന്ധനായി ആഘോഷിക്കുന്നത്. സാഹോദര്യ സ്നേഹത്തിൻ്റെ പവിത്രതയും ദൃഢതയും കരുതലും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദിനം. ഇന്ന് രക്ഷാബന്ധൻ. ശ്രാവണമാസത്തിലെ പൗർണമി ദിവസമാണ് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. സഹോദര സ്നേഹത്തിന്റെ പവിത്രതയാണ് ഈ ചടങ്ങിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. രക്ഷാബന്ധന് പല ഐതിഹ്യങ്ങളുണ്ട്. ഒരിക്കൽ കൃഷ്ണന്റെ വിരൽ മുറിഞ്ഞപ്പോൾ ദ്രൗപദി തന്റെ ചേലയുടെ ഒരറ്റം കീറിയെടുത്ത് മുറിവിൽ കെട്ടിയെന്നും ഈ പ്രവൃത്തിയിൽ സംതൃപ്തനായ കൃഷ്ണൻ ദ്രൗപദിയെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകിയെന്നും ഇത് രക്ഷാബന്ധന്റെ ആദ്യ സംഭവങ്ങളിൽ ഒന്നായും കണക്കാക്കുന്നു. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം നടന്നു. ദേവന്മാർ പരാജയപ്പെടുമെന്നായപ്പോൾ ഇന്ദ്രന്റെ പത്നിയായ ശചി ഇന്ദ്രന്റെ കയ്യിൽ രക്ഷയ്ക്കായി രക്ഷാബന്ധൻ കെട്ടിക്കൊടുത്തു. ഈ രക്ഷാബന്ധന്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെ പരാജയപ്പെടുത്തി. ഇന്ദ്രൻ വിജയിച്ച് തിരിച്ചുവന്ന ആ ദിവസം മുതൽ രക്ഷാബന്ധൻ എന്ന ഉത്സവം ആരംഭിച്ചു എന്ന് പറയപ്പെടുന്നു. രക്ഷാബന്ധൻ ദിവസം സഹോദരി മധുരപലഹാരങ്ങളും രക്ഷാസൂത്രവും ദീപം വച്ച താലവുമായി സഹോദരനെ സമീപിച്ച് ദീപം ഒഴിഞ്ഞ് തിലകം ചാർത്തി മധുര പലഹാരങ്ങൾ നൽകി ദീർഘായുസ്സിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കയ്യിൽ വർണ്ണ നൂലുകളാൽ നിർമ്മിച്ച സുന്ദരമായ രാഖി കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സഹോദരൻ ആജീവനാന്തം സഹോദരിയെ സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് സഹോദരൻ സഹോദരിക്ക് പാരിതോഷികങ്ങൾ നൽകുന്നു. അന്യ സ്ത്രീയാണെങ്കിലും രാഖി കെട്ടിക്കഴിഞ്ഞാൽ അവളെ സ്വന്തം സഹോദരിയായി അംഗീകരിക്കുന്നു. രക്ഷാബന്ധന്റെ നൂലിന് അത്ഭുത ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. ബംഗാൾ വിഭജന സമയത്ത് ജാതിമത വ്യത്യാസമില്ലാതെ പരസ്പരം രാഖി ബന്ധിച്ചും വന്ദേമാതരം മന്ത്രധ്വനികൾ മുഴക്കിയും നാടെങ്ങും പ്രതിഷേധങ്ങൾ ഇരമ്പിയപ്പോൾ
അധികാരവർഗങ്ങൾ ഭാരത ജനതയുടെ രാഷ്ട്രസ്നേഹത്തിനു മുൻപിൽ മുട്ടുമടക്കുകയും ബംഗാൾ വിഭജനം പിൻവലിക്കുകയും ചെയ്തു. വസുധൈവ കുടുംബകം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുന്ന ഭാരതത്തിൽ നമ്മുടെ സംസ്കാരത്തിന്റെ സവിശേഷമായ ഉത്സവങ്ങളിലൊന്നാണ് രക്ഷാബന്ധൻ. രക്ഷാബന്ധന് ഒരൊറ്റ മാനമേയുള്ളൂ. അത് സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സുരക്ഷയുടേതുമാണ്. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. നമ്മുടെ നിരവധി പ്രേക്ഷകരും രക്ഷാബന്ധന ആശംസകൾ ജനൻ TV ടീമിന് വേണ്ടി നേരുന്നുണ്ട്. RK വൈകുണ്ഠം, ശശി, ഉഷ നെല്ലൂര്, PRP കുറുപ്പ്, അതുപോലെ തന്നെ സാരഥി, അങ്ങനെ നിരവധി, പ്രസാദ്, അങ്ങനെ നിരവധി ആളുകൾ നമുക്ക് രാവിലെ തന്നെ രക്ഷാബന്ധന ആശംസകൾ നേരുന്നുണ്ട്. എല്ലാവർക്കും രക്ഷാബന്ധന ആശംസകൾ നേരുന്നു. രക്ഷാബന്ധൻ കൂടാതെ ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം കൂടിയാണ്. സ്വാതന്ത്ര്യ പൊൻപുലരിയിലേക്കുള്ള നമ്മുടെ യാത്രയിലെ സുവർണ അധ്യായമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ആ പോരാട്ടം ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിച്ചത്. അതിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നാവശ്യപ്പെട്ട സ്വാതന്ത്ര്യദാഹികളായ ഭാരത ജനതയുടെ ഐതിഹാസിക പോരാട്ടമായിരുന്നു 1942 ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ വലിയ പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമാണ് സമരഭടന്മാർ ഉയർത്തിയത്. ഓഗസ്റ്റ് 8 മൗലാന അബ്ദുൽ കലാം ആസാദ് അധ്യക്ഷനായ കോൺഗ്രസ് യോഗത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ ആഹ്വാനം മുഴങ്ങിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ്. ഗാന്ധിജിയുടെ പ്രസംഗത്തിന് പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളെയും ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്തു. ഭാരതമാകെ ബഹുജന പ്രക്ഷോഭം കത്തിപ്പടർന്നു. ആദ്യഘട്ടത്തിൽ അഹിംസാ മാർഗത്തിലായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് പോലീസ് മർദ്ദനമുറകൾ ആരംഭിച്ചതോടെ പ്രക്ഷോഭം പലയിടത്തും പ്രതിരോധത്തിലേക്കും അക്രമത്തിലേക്കും വഴിമാറി. 10,000-ഓളം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാജ്യത്തെ ജയിലുകൾ നിറഞ്ഞു. യുപിയിലും മദ്രാസിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും സമരം അതികഠിനമായിരുന്നു. കോൺഗ്രസ് ഹിന്ദു സ്വരാജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രചരിപ്പിച്ച മുസ്ലിം ലീഗും സോവിയറ്റ് നയങ്ങൾക്കുമനുസരിച്ച് നയം മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായ ഇടങ്ങളിലൊന്നും ക്വിറ്റ് ഇന്ത്യ സമരം ചലനമുണ്ടാക്കിയില്ലെന്നതും ശ്രദ്ധേയമാണ്. ഇരുകൂട്ടരും അവരവരുടേതായ കാരണങ്ങളാൽ സമരത്തെ എതിർത്തു. എന്നാൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പോരാടിയ ഒരു ജനതയുടെ പ്രതീകമാണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ന്യൂസ് ഡെസ്ക് ജനം. ക്വിറ്റ് ഇന്ത്യ ദിനമായ ഇന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ശക്തമായ സമരാഹ്വാനം അതായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ 83ാം വാർഷിക ദിനം ഇന്ന് സമുചിതമായി ആചരിക്കുന്നു. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിച്ചമർത്തലിൽ നിന്നും മോചനം നേടാൻ ഭാരത ജനതയ്ക്ക് ആത്മവിശ്വാസം പകർന്ന ധീരമായ സമരാഹ്വാനമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 83ാം വാർഷിക ദിനമാണ് ഇന്ന്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഭാരതം നടത്തിയ അതിശക്തമായ ജനകീയ മുന്നേറ്റമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. മഹാത്മാഗാന്ധിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് അദ്ദേഹം ഭാരതാംബയുടെ മക്കളോട് ആഹ്വാനം ചെയ്തു. പാരതന്ത്രത്തെക്കാൾ നല്ലത് മരണം വരിക്കുന്നതാണ് നല്ലതെന്ന ചിന്തയിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടി ആത്മാഭിമാനത്തോടെ ജീവിക്കുക എന്ന ഉറച്ച നിലപാടിലേക്ക് ഭാരതീയർ ഒന്നാകെ ഉയർത്തെഴുന്നേറ്റത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1942 ആഗസ്റ്റ് 8 മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി. അടുത്ത ദിവസം ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് പിന്നിൽ അണിനിരക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യക്കാരോട് ആഹ്വാനം ചെയ്തു. ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം തരാം, ഒരു കൊച്ചു മന്ത്രം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം, ആഴത്തിൽ പതിയണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ മരിക്കും. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ നിങ്ങൾ വിശ്രമിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക. അതിനുവേണ്ടി ജീവൻ ത്യജിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. ജീവൻ നഷ്ടപ്പെടുത്തി നിങ്ങൾ ജീവൻ നേടും.
എങ്ങനെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാലോ നിങ്ങൾക്കത് നഷ്ടപ്പെടുകയേ ഉള്ളൂ. 1942 ജൂലൈ 14 കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നടത്തിയ 2 മണിക്കൂർ നീണ്ട ഉജ്ജ്വലമായ പ്രസംഗത്തിലെ വാക്കുകളാണിത്. ഓഗസ്റ്റ് 9 പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി സ്വാതന്ത്ര്യ സമര ഭടന്മാർ പ്രക്ഷോഭത്തിനിറങ്ങി. അന്ന് രാവിലെ തന്നെ ഗാന്ധിജിയും മറ്റ് പ്രധാന നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ പ്രക്ഷോഭം ഇല്ലാതാക്കാം എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. ഗാന്ധിജിയെ മോചിപ്പിക്കുക എന്നൊരു പുതിയ മുദ്രാവാക്യം കൂടി ഉണ്ടാകാനേ ഇത് ഉപകരിച്ചുള്ളൂ. ആദ്യഘട്ടത്തിൽ അഹിംസാത്മകമായിരുന്നെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ മർദ്ദനമുറകൾ ആരംഭിച്ചതോടെ പ്രക്ഷോഭം ആക്രമണങ്ങളിലേക്ക് നീങ്ങി. വെടിവെപ്പും ലാത്തിച്ചാർജും കൂട്ടപ്പിഴ ചുമത്തലും സർവ്വസാധാരണമായി. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. മരിച്ചവരിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും വരെ ഉണ്ടായിരുന്നു. ഇരട്ടിയിലധികം പേർക്ക് പരിക്കേറ്റു. 10,000-കണക്കിന് ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബീഹാറും ഉത്തർപ്രദേശും മധ്യപ്രദേശും മഹാരാഷ്ട്രയുമടക്കമുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം സമരം ശക്തമായപ്പോൾ ദക്ഷിണേന്ത്യയിലെ പല പ്രവിശ്യകളും സമരത്തോട് പുറംതിരിഞ്ഞു നിന്നു. കോൺഗ്രസ് ഹിന്ദു സ്വരാജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രചരിപ്പിച്ച് മുസ്ലിം ലീഗും സോവിയറ്റ് നയങ്ങൾക്കനുസരിച്ച് നയം മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായ ഇടങ്ങളിലൊന്നും ക്വിറ്റ് ഇന്ത്യ സമരം വേണ്ടത്ര ചലനമുണ്ടാക്കിയില്ല. പ്രത്യക്ഷത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചില്ലെങ്കിലും രാജ്യം വിട്ടുപോകാൻ സമയമായി എന്ന ചിന്ത ബ്രിട്ടൻ ഉണ്ടാക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കഴിഞ്ഞു. അതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാനും കഴിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 83-ാം വാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ സമരഭടന്മാരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ജനം ടിവിയുടെ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനവും അതേപോലെ തന്നെ രക്ഷാബന്ധനവും ഒക്കെ പ്രമാണിച്ച നമ്മുടെ പ്രേക്ഷകർ വിജിൻ മേനോനും അതേപോലെ തന്നെ സന്ദീപും ഒക്കെ ദേശഭക്തി ഗാനത്തിൻ്റെ ഏതാനും വരികളൊക്കെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിടുന്നുണ്ട്. അതെ, ദേശഭക്തി ഏറെ ജ്വലിക്കുന്ന ദിനം തന്നെയാണ് ഇന്ന്. ഏറെ പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ രാവിലെ പറയുകയും ചെയ്തു. നമുക്ക് വാർത്തയിലേക്ക് വരാം. പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ ദുരൂഹ മരണത്തിന് അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുകയാണ്. അന്വേഷണം കൈമാറിയതിൽ ഏറെ ആശ്വാസമെന്ന് അമ്മുവിൻ്റെ കുടുംബം. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് അമ്മുവിൻ്റെ അച്ഛൻ ജനം ടിവിയോട് പ്രതികരിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, പത്തനംതിട്ടയിൽ ഉള്ള അമ്മു സജീവൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലനിന്നിരുന്നു. നിരവധി കാലത്തെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ്, പ്രത്യേകിച്ചും ABVP ആണ് ഇക്കാര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം നയിച്ചത്. എന്തായാലും ഈ ദുരൂഹ മരണത്തെപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ്. അതുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്ന് അമ്മുവിൻ്റെ കുടുംബം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തല്ലോ. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. തീർച്ചയായിട്ടും അമ്മുവിൻ്റെ അച്ഛനാണ് ഇത്തരത്തിലൊരു പ്രതികരണം ജനം ടിവിയോട് പങ്കുവച്ചിട്ടുള്ളത്. 4 മാസങ്ങൾക്ക് മുമ്പാണ് അമ്മു സജീവൻ്റെ മരണം ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യവുമായിട്ട് അമ്മുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അമ്മുവിൻ്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിൽ സംതൃപ്തി ഉണ്ട് എന്നാണ് അമ്മുവിൻ്റെ അച്ഛൻ ജനം ടിവിയോട് പ്രതികരിച്ചത്. ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ മറ്റു വിദ്യാർത്ഥികളും പെൺകുട്ടിയോട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്ന് പലതവണ അമ്മുവിൻ്റെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നേ അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഒക്കെ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അമ്മു നഴ്സിംഗ് കോളേജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ചാടി മരിക്കുന്ന സമയത്ത് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിരുന്നു എന്നും അമ്മുവിൻ്റെ അച്ഛൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. പക്ഷേ അത് ഈ പ്രാഥമികമായിട്ടും ഒരു ആത്മഹത്യ എന്ന് എഴുതി തള്ളിയതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് അറിയിച്ചിരുന്നു. അമ്മുവിൻ്റെ കുടുംബത്തോടൊപ്പം ABVP ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു കൂടിച്ചേരലിൻ്റെ കൂടി ഫലമാണ് അവസാനമായിട്ട് അമ്മുവിൻ്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് തന്നെ അമ്മു സജീവൻ്റെ മരണം അന്വേഷിക്കാനായിട്ടുള്ള ഇടപെടലുണ്ടാക്കിയെങ്കിലും ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലായിരുന്നു. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ എന്ന രീതിയിലേക്ക് എഴുതിത്തള്ളുന്ന രീതിയിലാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും പ്രാഥമിക അന്വേഷണം ഉണ്ടായിരുന്നത്. അതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് അറിയിക്കുകയാണ്. തുടർന്നാണ് ഈ വിഷയം ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിലേക്ക് പോയതിനു ശേഷമാണ് 4 മാസങ്ങൾക്കിപ്പുറം അമ്മു സജീവൻ്റെ ആത്മഹത്യ
ദുരൂഹ ആത്മഹത്യ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള അമ്മു പത്തനംതിട്ട MSCMS കോളേജിലാണ് നഴ്സിംഗിന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ആ പെൺകുട്ടി എന്ന് പറയുന്നത്. 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. ടിൻഡുദാസ് തുടരുക. ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അരുൺ മോഹൻ കൂടി ഈ വാർത്തയ്ക്കൊപ്പം ചേരുകയാണ്. സ്വാഗതം അരുൺ മോഹൻ. നമുക്കറിയാം അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവൻ്റെ മരണം അത് ആത്മഹത്യ എന്നുള്ള നിലയിൽ എഴുതി തള്ളാനായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മുടെ പോലീസിൻ്റെ ശ്രമം. പക്ഷേ ഈ മരണം നടന്നപ്പോൾ മുതൽ ഇതിനുവേണ്ടി ശക്തമായി പ്രക്ഷോഭം നയിച്ച ഏക വിദ്യാർത്ഥി സംഘടന ABVP ആണ്. നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി. നിരവധി പോലീസ് മർദ്ദനങ്ങളുമൊക്കെ ഇതിൻ്റെ പേരിൽ ABVP പ്രവർത്തകർ കേൾക്കേണ്ടിയും വന്നു. പക്ഷേ ABVP പിന്മാറിയില്ല. ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി. ഏറ്റവും അവസാനം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയാണ്. ഒരു പരിധിവരെ ഇത് ABVPയുടെ സമര വിജയം കൂടിയാണ്. നീതിക്ക് വേണ്ടിയുള്ള കുടുംബത്തിനൊപ്പം ABVP നിലകൊണ്ടതിൻ്റെ ഒരു വിജയം അങ്ങനെ കണക്കാക്കുന്നുണ്ടോ ഈ അന്വേഷണത്തെ അരുൺ മോഹൻ? ഇത് സമരമെന്നോ സമരത്തിന്റെ വിജയമെന്നോ പരാജയമെന്നോ കാണുന്നതിനൊക്കെ അപ്പുറത്ത് ഒരു അച്ഛൻ മകളുടെ നീതിക്ക് വേണ്ടി നടത്തിയ നിരന്തരമായ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്ന വിദ്യാർത്ഥിപക്ഷ രാഷ്ട്രീയമാണ് ABVP മുമ്പോട്ട് വെച്ചത്. ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ABVP ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്ക് നടത്തിയ വലിയ മാർച്ച് നമുക്കറിയാവുന്നതാണ്. അത് പിന്നീട് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 ദിവസത്തിന് ശേഷം, അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഇലക്ഷൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവമായിരുന്നുകൊണ്ട് 2 ദിവസത്തിന് ശേഷമാണ് അവരുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. പക്ഷേ നിരന്തരമായ പോരാട്ടം ABVP വിഷയത്തിൽ തുടർന്നു. അതിലെ ഗുരുതരമായ അനാസ്ഥ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിഷയം ഉണ്ടായിരുന്നു. അതായത് ഈ കുട്ടിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കാഞ്ഞ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതും പത്തനംതിട്ട പോലെ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയിലെ ഒരു ജനറൽ ആശുപത്രിയുടെ അവസ്ഥ പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതും കൂടി ആവശ്യമായിരുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. 2 തരത്തിൽ പറഞ്ഞാല് ഈ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന സമയത്ത് കുടുംബം ശക്തമായി പറയുന്നത് ആത്മഹത്യ അല്ല, കൊലപാതകമാണെന്ന് തന്നെ പറയുന്നു. 2, നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം പിന്നീട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പല വിഷയങ്ങളിൽ സമ്മതിക്കേണ്ടി വന്നത് ആദ്യം അവരെ സമ്മതിച്ചത് ഈ കാര്യത്തിലാണ്. അപ്പോൾ വലിയ പ്രക്ഷോഭം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയതിൽ ABVP പ്രവർത്തകരെ ക്രൂരമർദ്ദനത്തിനിരയായി. മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ 10-20ഓളം പ്രവർത്തകരുടെ പേരിൽ കേസുകൾ എടുത്തു. പക്ഷെ അതൊന്നും ഒരു നഷ്ടമായിട്ടോ ത്യാഗമായിട്ടോ ABVP കാണുന്നില്ല. മറിച്ച് അന്വേഷണം കൃത്യമായ രീതിയിൽ പോകുന്നതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ കാണാം. കൃത്യമായ രീതിയിലേക്ക് മാറ്റേണ്ടി വന്നതിന്റെ പോലീസിന്റെ ഭാഗത്തെ ഗുരുതരമായ അനാസ്ഥ ആരോപിച്ച് ഡിസംബർ 12-ാം തീയതി ABVP പത്രസമ്മേളനം വിളിച്ചിരുന്നു. ഈ വിഷയത്തിൽ നിരന്തരമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ അറിയിച്ചു. കേസിൽ കക്ഷി ചേരുന്നതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയി. അങ്ങനെ ഏറ്റെടുത്ത ഒരു കാര്യത്തെ ഈ സമയം വരെ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ കൂടിയാണ് ABVP. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തിരുവനന്തപുരത്തേക്ക് പോയ ആംബുലൻസിൽ ഇവിടെ നിന്ന് കയറിയ കുട്ടികൾ, ഈ കുട്ടിയുടെ മരണശേഷം ആംബുലൻസിൽ പിന്നീട് ആശുപത്രിയിൽ എത്തിയിട്ടില്ല. മെഡിക്കൽ കോളേജ് ചെല്ലുന്ന സമയത്ത് 2 കുട്ടികളില്ല. അത് വളരെ ദുരൂഹമാണ്. ഈ വിഷയം അന്വേഷണ ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്റെ ABVPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ ജില്ല തന്നെ ആയതുകൊണ്ട് ഞാൻ നേരിട്ട് അവർക്ക് മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ മൊഴികളൊന്നും റിപ്പോർട്ടിൽ പിന്നീട് കണ്ടില്ല എന്നുള്ളതാണ് ഗൗരവകരമായ വസ്തുത. അപ്പൊ നിരവധിയായിട്ടുള്ള മൊഴികൾ, സജി ജോസഫ് എന്ന് പറയുന്ന അവിടുത്തെ വൈസ് പ്രിൻസിപ്പലിന്റെ ഇൻവോൾവ്മെന്റ്, ഇതെല്ലാം പല മൊഴികളിൽ ഉണ്ടായിരുന്നിട്ടും അത് രേഖപ്പെടുത്താനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പേരെയും സ്ഥലം മാറ്റം കിട്ടിയത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരുടെയൊക്കെയോ സ്വാധീനത്തിന് വിധേയരാകുന്നു എന്നുള്ളത് 100% വ്യക്തമായിരുന്നു. ഈ വിവരം വളരെ മുമ്പ് തന്നെ ABVP പൊതു സംവിധാനത്തിലെ പൊതുമാധ്യമങ്ങളെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ഈ സമയത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട്. അബ്ദുൾ സലാം എന്ന് പറയുന്ന SMEയുടെ പ്രിൻസിപ്പലിനെയും അന്ന് അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്ന ആരോപണ വിധേയനായ സജി ജോസഫ് എന്ന് പറയുന്ന അധ്യാപകനെയും, അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കുട്ടി മരണപ്പെടുന്ന ദിവസം ആരുടെയും നിർദ്ദേശമില്ലാതെ സജി ജോസഫ് ഈ കുട്ടിയെ മാസ് കൗൺസിലിങ്ങിന് വിധേയമാക്കി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പച്ചവെള്ളം പോലും കുടിക്കാതെ മോഷണം ആരോപിച്ച് കുട്ടിയെ നിരന്തരമായി ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അത് പീഡനം തന്നെയാണല്ലോ.
ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ്. അബ്ഡോമിനിൽ അല്പം പോലും വെള്ളമില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ്. ഇത്ര ഗുരുതരമായ ആരോപണം വിധേയനായ സജി ജോസഫിനെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് അദ്ദേഹത്തെ ഇതേ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് ഈ സർക്കാർ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ വിഷയമല്ലേ അത്. ഇപ്പോൾ അദ്ദേഹം പാലാ SMEയിൽ അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഇവിടെ വരുന്നതിന് ഭീഷണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി ട്രാൻസ്ഫർ വാങ്ങി, അദ്ദേഹം തന്നെ ട്രാൻസ്ഫർ വാങ്ങി അദ്ദേഹം പാലാക്ക് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞു വന്നത് മറ്റൊരു പ്രിൻസിപ്പലിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് പഴയ പ്രിൻസിപ്പലിനെ തിരിച്ചെടുത്തിട്ടില്ല. പക്ഷെ ഈ ആരോപണ വിധേയനായി സജി ജോസഫ് എന്ന് പറയുന്ന അധ്യാപകൻ വെറും അസോസിയേറ്റ് പ്രൊഫസർ എന്ന ആള് പ്രൊമോഷനോടുകൂടി അതേ കോളേജിൽ, ഇതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി തുടർന്നും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നു എന്ന് ABVP കരുതുന്നില്ല. അത് പാലായിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും ABVPക്ക് ഒരേ ശബ്ദം തന്നെയാണ്, ഒരേ പോരാട്ട വീര്യം. ഇനിയും ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ABVPക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി അരുൺ മോഹൻ. ടിൻഡുദാസ്, അരുൺ മോഹൻ പറഞ്ഞതുപോലെ തന്നെയാണ് ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ തുടക്കം മുതൽ തന്നെ ഇതിനു വേണ്ടി പോരാടിയിരുന്നു. പക്ഷേ പോരാട്ടം അവസാനിക്കുന്നില്ല. ടിൻഡുദാസ് പറഞ്ഞ പോലെ തന്നെ മാനസിക പീഡനമേറ്റാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഒക്കെ മൊഴിയുണ്ട്. പക്ഷേ അതിന്മേലുള്ള അന്വേഷണം നടക്കുന്നില്ല. അതിന്മേൽ ആരോപണ വിധേയനായ അധ്യാപകനെ പ്രമോഷനോടുകൂടി വൈസ് പ്രിൻസിപ്പളാക്കി തിരികെ എടുക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. അപ്പോൾ അന്വേഷണത്തിൽ എവിടേക്കോ വലിയ പാളിച്ചകൾ വന്നിരിക്കുന്നു. ആ പാളിച്ചകളൊക്കെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അതൊക്കെ ഇല്ലാതാക്കി യഥാർത്ഥ കുറ്റവാളികൾ കുടുങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ടിൻഡുദാസ്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതീക്ഷ വേണ്ടത്. കാരണം ഈ പെൺകുട്ടിയുടെ മരണസമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആമാശയത്തിലുണ്ടായിരുന്നത് 50 മില്ലി വെള്ളം മാത്രമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ മരണസമയത്ത് രാത്രിയാണ് മരിക്കുന്നത്. ഈ 2024 നവംബർ 15-ാം തീയതിയാണ് അമ്മു കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി മരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണസമയത്ത് ആമാശയത്തിലുണ്ടായിരുന്ന 50 മില്ലി വെള്ളം മാത്രമായിരുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം ആ കുട്ടിയുടെ അച്ഛൻ തന്നെ തുറന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിക്ക് മരണ ദിവസത്തിന് മുന്നേ സൈക്യാട്രിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലിംഗ് സമയത്ത് പെൺകുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു, മാനസികമായിട്ട് ഹരാസ് ചെയ്യുകയായിരുന്നു, മാനസിക പീഡനം അനുഭവിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എവിടെയും പറയുന്നില്ല. ഈ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരം ഗുരുതരമായിട്ടുള്ള ഒരു പക്ഷേ തെളിവുകളൊക്കെ ഒളിച്ചു വെക്കപ്പെടുകയാണ്. പിന്നെ പെൺകുട്ടിയുടെ മരണശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവരുന്നു. അതിനിടയിൽ വെച്ച് പെൺകുട്ടി മരണപ്പെടുന്നു. അതിനിടയിൽ വെച്ച് പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കാണാതായപ്പെടുന്നു. അത് അന്വേഷണത്തിൽ എവിടെയും സ്വാധീനിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ സ്വാധീനിക്കപ്പെടുന്നില്ല. മരണ ദിവസത്തിന് മുമ്പ് പെൺകുട്ടി അവിടെ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ മാനസിക പീഡനങ്ങൾ, മാനസിക പീഡകൾ ഇതൊന്നും എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. മരണ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ വീട്ടുകാരുമായി സംസാരിക്കുന്ന സമയത്ത് അമ്മു പങ്കുവച്ചിരുന്ന ആശങ്കകൾ ഇതൊക്കെ കുടുംബം വ്യക്തമായി തന്നെ മൊഴിയായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകളായിട്ടും പരാതികളായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണത്തിൽ അവസാനം ചെന്നെത്തുന്നത്, പക്ഷേ കേരള പോലീസിൻ്റെ അവസാനം ചെന്നെത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. പെൺകുട്ടി അല്ലെങ്കിൽ അമ്മു സജീവ മാനസിക അസ്വാസ്ഥ്യം മൂലം 2024 നവംബർ 15-ാം തീയതി കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഈ നിഗമനത്തിലേക്ക് എത്തുന്നതിൽ ഒരു കാരണവശാലും കുടുംബം സംതൃപ്തമല്ല. അതുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ആ തീരുമാനം പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിൽ കുടുംബം നിലവിൽ സംതൃപ്തമാണ്. അതിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നുവെന്നാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. വിനോദ്, വ്യക്തമാണ്. പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്നും നീതി ലഭിക്കുമെന്നും ആ കുടുംബം പ്രതീക്ഷ പുലർത്തുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ്. KPCC പുനഃസംഘടനയ്ക്കും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും പട്ടിക വെട്ടിച്ചുരുക്കാൻ KPCC നേതൃത്വം. AICC നിർദ്ദേശപ്രകാരം പട്ടിക വീണ്ടും വെട്ടിച്ചുരുക്കാനുള്ള ചർച്ചകൾ നടത്താനാണ് തീരുമാനം. കേരളത്തിൽ പലവട്ടവും ഡൽഹിയിൽ നിരവധി തവണയും പുനഃസംഘടനാ ചർച്ചകൾ മുന്നോട്ട് പോയി എങ്കിലും തീരുമാനം എങ്ങും എത്തിയിട്ടില്ല. എത്ര DCC അധ്യക്ഷന്മാരെ മാറ്റണം എന്നതിൽ ഇനിയും തീർപ്പായിട്ടുമില്ല. ഇനി ജംബോ പട്ടിക ചുരുക്കാൻ ചർച്ച കേരളത്തിലാണ് നടക്കുക. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും
ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, നമുക്കറിയാം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് DCC ഭാരവാഹികൾ ആണ് ഇനി പുതിയതായി വരേണ്ടത്. അപ്പോൾ ഈ DCC ഭാരവാഹി പട്ടിക എന്നുള്ളത് ഒരു കീറാമുട്ടിയാണ്. ആരെ മാറ്റും, ആരെ ഉൾക്കൊള്ളും, ഇത് കോൺഗ്രസിന് ഇനിയും അത് തീരുമാനിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനു മുമ്പ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുകയാണ്. അങ്ങനെയല്ലേ ശ്രീകാന്ത്? കോൺഗ്രസിൽ വലിയ നിലയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. DCC ഭാരവാഹികളെ തീരുമാനത്തിൽ എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്നതിൽ പാർട്ടിക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ജംബോ പട്ടിക അത് AICCക്ക് സമർപ്പിക്കുമ്പോൾ അവർ അത് ചുരുക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ആരുടെ പേര് ഒഴിവാക്കും, ആരുടെ പേര് ഉൾക്കൊള്ളും, ഇതൊക്കെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. ഡൽഹിയിലും തിരുവനന്തപുരത്തുമായി നിരവധി തവണ ചർച്ചകൾ നടന്നു. കഴിഞ്ഞ ദിവസവും തലസ്ഥാനത്ത് AICC നേതൃത്വവുമായി KPCC പ്രസിഡന്റ് ഈ ഭാരവാഹികളുടെ പട്ടികയുമായി അങ്ങോട്ടേക്ക് ചെന്നെങ്കിലും ഈ വലിയ ജംബോ പട്ടിക അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിലാണ് AICC നേതൃത്വം. അതുകൊണ്ട് ഇത് വെട്ടിച്ചുരുക്കാനുള്ള ചർച്ചകൾ വീണ്ടും കേരളത്തിൽ സജീവമാക്കാൻ പോകുന്നു. പക്ഷേ ഗ്രൂപ്പിസവും വ്യക്തി താല്പര്യങ്ങളും കാരണം ഇതിലൊന്നും തീരുമാനമെടുക്കാനും കഴിയുന്നില്ല. ശ്രീകാന്ത്, തുടരാം. KPCC പുനഃസംഘടനയും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും പട്ടിക വെട്ടിച്ചുരുക്കാനും KPCC നേതൃത്വം മുന്നോട്ട് വരുന്നു. പക്ഷെ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ശ്രീകാന്ത്, കേൾക്കാമെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കം? ശ്രീകാന്ത്. വിനോദ്, ഡൽഹിയിൽ കേരള ഹൗസിൽ പല ഘട്ടങ്ങളിലായുള്ള ചർച്ച 3 ദിവസം നടന്നു. രണ്ടാമത് ഇത് നേതൃത്വത്തിന് ഈ പട്ടിക കൈമാറി. പക്ഷേ അത് ജംബോ പട്ടികയായതിനാൽ വെട്ടിച്ചുരുക്കാനുള്ള നിർദ്ദേശമാണ് പകരം ഹൈക്കമാൻഡിൽ നിന്നും വന്നത്. അത് ഇനിയുള്ള ചർച്ചകൾ നടക്കേണ്ടത് കേരളത്തിലാണ്. അതായത് ഡൽഹിയിൽ 3 ദിവസം തമ്പടിച്ച് നടത്തിയ ചർച്ചയിലും KPCC പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് സണ്ണി ജോസഫിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ജംബോ പട്ടികയാകാം എന്നുള്ളതായിരുന്നു പൊതുധാരണ. പക്ഷേ ഹൈക്കമാൻഡ് ഇത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. തിരുവനന്തപുരം DCCക്കായുള്ള VD സതീശന്റെ പിടിവാശി പ്രശ്നമായെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. തന്നെ തഴഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന K സുധാകരന്റെ ഭീഷണി, അത് കണ്ണൂരിലെ DCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് K സുധാകരൻ കുറച്ച് കടുംപിടുത്തം പിടിച്ചത്. അതും വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ചില MP-മാർ ഉയർത്തിയ വെല്ലുവിളികളും മറികടക്കാൻ പാർട്ടിക്ക് സാധിക്കാതിരുന്നതോടെയാണ് ഇവിടെ നടന്ന ചർച്ചകൾ പൊളിഞ്ഞ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെയായിരിക്കും ഇനിയുള്ള ചർച്ചകൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം DCC പിടിക്കാൻ 3 വിഭാഗങ്ങൾ കച്ചമുറുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ചെമ്പഴന്തി അനിലിനായി VD സതീശൻ വാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ T ശരത്ചന്ദ്ര പ്രസാദ്, മണക്കാട് സുരേഷ്, K ശബരിനാഥൻ, RV രാജേഷ്, A വിൻസെന്റ് തുടങ്ങിയവരെ മുൻനിർത്തി വിവിധ ഗ്രൂപ്പുകളും നിലയുറപ്പിച്ചു എന്നുള്ളതാണ് വിവരം. ശരത്ചന്ദ്ര പ്രസാദിനെ ചെന്നിത്തല അടക്കമുള്ളവർ പിന്തുണച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തർക്കം രൂക്ഷമായതോടെ താൽക്കാലിക ചുമതലയുള്ള N ശക്തൻ തുടരട്ടെ എന്ന് അടൂർ പ്രകാശും ശശി തരൂരും നിലപാടെടുത്തു എന്നുള്ളതും ഇതിനൊപ്പം വരുന്നു. കണ്ണൂരടക്കം വടക്കൻ ജില്ലകളിൽ DCC പ്രസിഡന്റുമാരെ മാറ്റി നിയമിക്കേണ്ടതില്ല എന്ന് K സുധാകരൻ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. KPC പ്രസിഡന്റ് സ്ഥാനത്തൊന്നും തന്നെ നീക്കാൻ ഗൂഢാലോചന നടത്തിയ യുവ നേതാവിനെ ഉപാധ്യക്ഷനാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അത് അനുവദിക്കാനാകില്ല എന്നും K സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം പല MP-മാരും അതത് DCC പ്രസിഡന്റുമാരെ ഉൾപ്പെടെ വിവിധ സ്ഥാനങ്ങളിലേക്ക് പേരുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് ഇനിയും ഒരാഴ്ചയോ 2 ആഴ്ചയോ എടുത്താലും തീരാത്തത്ര തർക്കം, പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ KPCC പുനഃസംഘടനയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. DCC പ്രസിഡന്റുമാരെ ചൊല്ലിയാണ് വലിയ പ്രതിസന്ധി. തീർച്ചയായും കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി തന്നെ ഉടലെടുക്കുന്നു. നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട്. മോഹൻദാസ് പറയുന്നത് എല്ലാ നേതാക്കളും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അഭിനയം മാത്രമാണ് നടക്കുന്നത്. മുരളീധരൻ പറയുന്നത് KPCC പിരിച്ചുവിട്ട് കേരള കോൺഗ്രസിന്റെ 3 or 4 ഗ്രൂപ്പുകൾ തുടങ്ങാം തുടങ്ങിയ തമാശകളും നമ്മുടെ പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത്. ഏഷ്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിഗംഭീരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ. ജഗൽപൂരിനടുത്ത് കാടിനുള്ളിൽ ഇന്ദ്രാവതി നദിയിലാണ് ഈ വിസ്മയം.
ചിത്രകൂട് വെള്ളച്ചാട്ടം ഏതൊരു സഞ്ചാരിയുടെയും മനം മയക്കുന്ന കാഴ്ച തന്നെ. ബസ്തറിന്റെ വന്യ സൗന്ദര്യം, ഏഷ്യയിലെ നയാഗ്ര വെള്ളച്ചാട്ടം. പറഞ്ഞു വന്നത് ചിത്രകൂട് വാട്ടർഫോൾസിനെ കുറിച്ചാണ്. വരൂ, നമുക്കതൊന്ന് കണ്ടുവരാം. ബസ്തർ ജില്ലയിലെ ജഗദൽപൂരിൽ നിന്ന് 38 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ഇന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഏകദേശം 300 മീറ്റർ നീളത്തിൽ കുതിച്ചു ചാടുന്ന ചിത്രകൂട് ഇന്ത്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് ചുവപ്പ് നിറത്തിലും വേനൽക്കാലത്ത് തെളിഞ്ഞ നിലയിലും വെള്ളച്ചാട്ടം കാണാം. കൊടും കാടിനുള്ളിൽ കുത്തിയൊഴുകുന്ന ഇന്ദ്രാവതി നദിയിലാണ് ചിത്രകൂട് വെള്ളച്ചാട്ടമുള്ളത്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാലത്ത് ചിത്രകൂട് വെള്ളച്ചാട്ടം അതിന്റെ രൗദ്രഭാവം പ്രദർശിപ്പിക്കും. കരകവിഞ്ഞൊഴുകുന്ന നദി വെള്ളച്ചാട്ടത്തിലെത്തുമ്പോൾ കരുത്തും വ്യാപ്തിയും പ്രകടമാക്കി താഴേക്ക് പതിക്കും. ചുറ്റുമുള്ള ഭൂപ്രകൃതി പച്ചപ്പിന്റെ പറുദീസയായി മാറും. മൺസൂൺ വരണ്ട കാലത്തിന് വഴിമാറുമ്പോൾ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാറക്കെട്ടുകളിൽ പല രൂപങ്ങൾ തെളിഞ്ഞു വരും. ഇന്ദ്രാവതി നദിയിൽ ബോട്ടിംഗ് നടത്താനുള്ള ഏറ്റവും മികച്ച സമയമാണിത്. വെള്ളച്ചാട്ടത്തിന് സമീപം ബോട്ടിലെത്താനും കാഴ്ചകൾ അടുത്തു കാണാനും സാധിക്കും. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പാറക്കെട്ടുകൾ ട്രക്കിങ്ങിനും അനുയോജ്യം. ചിത്രകൂട് വെള്ളച്ചാട്ടം തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾക്ക് ആത്മീയ പ്രാധാന്യമുള്ളത് കൂടിയാണ്. പ്രദേശത്താകെ നിരവധി ആരാധനാലയങ്ങൾ കാണാം. നദിക്ക് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് ഗോത്ര സമൂഹം വിശ്വസിക്കുന്നു. ചിത്രകൂടിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഇവിടെ എത്തിയാൽ അനുഭവിച്ചറിയാം. കമ്മ്യൂണിസ്റ്റ് ഭീകരത കുറ്റിയറ്റതോടെ ബസ്തർ കാടുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ഭയക്കാതെ കടന്നുവരാം ബസ്തർ മേഖലയിലേക്ക്. ഇതും ഭാരതത്തിന്റെ ഭാഗമാണ്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. നമുക്ക് രാജ്യാന്തര വാർത്തയിലേക്ക് വരാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഓഗസ്റ്റ് 15 കൂടിക്കാഴ്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. അലസ്കയിൽ ആയിരിക്കും ഈ കൂടിക്കാഴ്ച എന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. ഓഗസ്റ്റ് അവസാനത്തോടെ ഭാരതം സന്ദർശിക്കുമെന്ന് പുടിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. അത് ഓഗസ്റ്റ് 15 എന്നുള്ള തീയതി കൂടി നിശ്ചയിച്ചിരിക്കുന്നു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റിന് നൽകിയ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ഏറെ പ്രാധാന്യമുണ്ടല്ലോ ഐസൺ ജോസ്. ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 10 ദിവസം സമയം നൽകിയിരുന്ന ട്രംപിന്റെ ആ കാലപരിധി അവസാനിക്കുകയും ചെയ്യുന്നത്. ഇത് അവസാനിച്ചതിന് ശേഷമാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നായിരുന്നു സൂചനകൾ പുറത്തു വന്നിരുന്നതെങ്കിൽ ഇന്നലെ രാത്രിയോടെ ഇതിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഈ ഓഗസ്റ്റ് 15 അലാസ്കയിൽ വെച്ച് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് ഔദ്യോഗികമായി സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തു. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈൻ വിഷയം തന്നെയായിരിക്കും പ്രധാനമായ ഒരു കാര്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇക്കാര്യത്തിൽ ചർച്ചകൾ വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും യുക്രൈൻ വിഷയത്തിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യണം, അല്ലെങ്കിൽ ശാശ്വതമായ സമാധാനത്തിലേക്ക് നീങ്ങണം, 3 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന കടുത്ത നിലപാട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ലോക സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ചർച്ചകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 15 അലാസ്കയിൽ ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് യുക്രൈൻ വിഷയത്തിൽ ഏറ്റവും കാര്യക്ഷമമായി ഇടപെടാൻ സാധ്യതയുള്ള വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ്
പ്രസിഡന്റും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനും ഒരു പരിധിവരെ ട്രംപ് പോലും അത് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ സംസാരിക്കുകയും ചെയ്തു, ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. യുക്രൈൻ വിഷയം വലിയൊരു പ്രശ്നമായി തന്നെ, അല്ലെങ്കിൽ ചർച്ചയിൽ ഏറ്റവും വലിയ വിഷയമായി തന്നെ പുറത്തു വന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ മാസം അവസാനത്തോടുകൂടി, അതല്ലെങ്കിൽ 25 അത്തരത്തിലുള്ള ദിവസങ്ങളോടുകൂടി പുടിൻ ഭാരതം സന്ദർശിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെ ഭാരതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല, അത് ഭാരതത്തിന്റെ തീരുമാനമാണ് എന്ന ഉറച്ച നിലപാട് ഭാരതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇരു രാഷ്ട്ര നേതാക്കളും, അതായത് ട്രംപും അതുപോലെ തന്നെ പുടിനും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്, ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. 15 ആഗസ്റ്റ് 15 ചർച്ചകൾ നടക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ച ഓഗസ്റ്റ് 15 നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. നമ്മൾ രാവിലെ പറഞ്ഞു ഇന്ന് രക്ഷാബന്ധൻ ദിനമാണ്, ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. അതുകൂടാതെ മറ്റൊരു ദിനം കൂടിയാണ് ഇന്ന് നാഗസാക്കി ദിനം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിൽ അമേരിക്ക നടത്തിയ രണ്ടാമത്തെ അണുബോംബ് വർഷം 1945 ഓഗസ്റ്റ് 9 ജപ്പാനിലെ നാഗസാക്കിയെ നടുക്കി അത് നടന്നത്. അമേരിക്ക ഫാറ്റ്മാൻ എന്ന പേരിലുള്ള അണുബോംബ് വർഷിക്കുകയായിരുന്നു. ഇന്ന് നാഗസാക്കി ദിനം. ജപ്പാനിൽ അമേരിക്ക നടത്തിയ രണ്ടാമത്തെ അണുബോംബ് വർഷിച്ച ദിനം. ഓഗസ്റ്റ് 9 ജപ്പാനിലെ നാഗസാക്കിയെ നടുക്കി അമേരിക്കയുടെ ബോക്സ്കാർ എന്ന USB-29 ബോംബർ വിമാനം നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന പേരിലുള്ള രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചു. 40,000-ഓളം പേർ തൽക്ഷണം കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു. പിന്നീട് 35,000 മുതൽ 40,000 പേരെ കൂടി ഈ അണുബോംബ് വർഷം മരണത്തിലേക്ക് തള്ളിവിട്ടു. റേഡിയേഷൻ മൂലവും പരിക്കുകൊണ്ടും 10,000-കണക്കിന് ആൾക്കാർ നാഗസാക്കിയിൽ പിന്നീടുള്ള വർഷങ്ങളിലും മരണത്തിന് കീഴടങ്ങി. നാഗസാക്കി ഒരു തരിശ് ഭൂമിയായി തീർന്നു. അവിടുത്തെ ജനത വർഷങ്ങളോളം രോഗങ്ങളും പരിക്കുകളും കൊണ്ട് വേദന തിന്ന് ജീവിച്ചു. ശാരീരികമായും മാനസികമായും തകർന്നു. നാഗസാക്കിയും ഹിരോഷിമയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആണവായുധ യുദ്ധം ഉപേക്ഷിക്കാൻ പ്രേരകമായി. സമാധാനത്തിന്റെയും ആണവായുധ നിരായുധീകരണത്തിന്റെയും പ്രാധാന്യം ലോകം ചർച്ച ചെയ്യപ്പെട്ടു. ലോകരാജ്യങ്ങൾ ആണവായുധ നിർമ്മാർജ്ജന സഖ്യങ്ങളിലേർപ്പെട്ടു. ഒരിക്കലും ഒരു യുദ്ധവും സമാധാനം കൊണ്ടുവരികയില്ല. യുദ്ധം വിതയ്ക്കുന്നത് അശാന്തിയും അരക്ഷിതാവസ്ഥയും ദുരന്തങ്ങളുമാണ്. നാഗസാക്കി ദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് ആരോഗ്യവകുപ്പ്. അധ്യാപക സംഘടനയായ KGM-CTA-യ്ക്കും ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകി. നോട്ടീസ് നൽകിയത് സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്നാണ് മറുപടി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അദ്ദേഹം ചില സത്യാവസ്ഥകൾ പുറത്തു പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ വിവിധ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു, ആരോപണങ്ങൾ എല്ലാം വരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നത് അദ്ദേഹത്തിനെതിരെ തൽക്കാലം നടപടിയൊന്നുമില്ല, അത് സാങ്കേതികപരമായ അന്വേഷണം മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നോട്ടീസ് നൽകിയത് എന്നൊക്കെ ആരോഗ്യവകുപ്പ് പറയുന്നു. എന്താണ് ഇക്കാര്യത്തിലുള്ള ഒരു ഒളിച്ചുകളി, ടിൻഡുദാസ്? ഏറ്റവും അവസാനം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വന്ന ആരോപണമെന്ന് പറയുന്നത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിൽ ഹാരിസിന് ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിയിലായിരുന്നു ആരോഗ്യവകുപ്പിൽ നിന്നും അവസാനമായിട്ട് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം. പ്രധാനമായിട്ട് യൂറോളജി വിഭാഗത്തിലെ 6 പ്രധാനപ്പെട്ട ഡോക്ടർമാരാണുള്ളത്. ഈ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി മോഡ്യുലേറ്റർ എന്ന ആധുനിക സംവിധാനങ്ങൾ, സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്നു. ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഹാരിസ് ഡോക്ടറിനും അതോടൊപ്പം തന്നെ ഹാരിസ് ഡോക്ടറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 5 ഡോക്ടർമാർക്കും അറിയില്ല എന്ന വിവരം ആരോഗ്യവകുപ്പുമായിട്ട് പങ്കുവയ്ക്കുന്നു. അങ്ങനെ ആ ഉപകരണങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം ശസ്ത്രക്രിയ നടത്തുകയും പിന്നീട് ആ ഉപകരണങ്ങൾ കേടാവുകയും പിന്നീട് അത് നന്നാക്കാനാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ കാലയളവിനാണ് ഹാരിസ് ഡോക്ടർ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഉൾപ്പെടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇത്തരം ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ ലോകം അറിയുന്നത്. മാധ്യമങ്ങളിലൂടെ അത് വലിയ രീതിയിലുള്ള ശ്രദ്ധ
ചർച്ചയാകുന്നതും. ഹാരിസ് ഡോക്ടറിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ഹാരിസ് ഡോക്ടറിനെതിരെയുള്ള നടപടികളായിരുന്നു ആദ്യഘട്ടം മുതൽക്ക് തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും DMAയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ അത് പകൽ പോലെ വ്യക്തമാകുന്ന കാര്യമാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കിനെതിരെ നടപടി ആരോഗ്യവകുപ്പ് അവസാനിപ്പിക്കുകയാണെന്നാണ്. ആരോഗ്യവകുപ്പും കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനും സംയുക്തമായി ചേർന്ന ചർച്ചയിലാണ് ഇത്തരത്തിൽ ഹാരിസ് ഡോക്ടറിനെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നത്. ആ ചർച്ച വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡോക്ടർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഡോക്ടർ ഈ വിഷയങ്ങൾ പുറത്തു വന്നതിലൂടെ അനുഭവിക്കുന്ന മുകൾ തട്ടിൽ നിന്നുള്ള അധികൃതരുടെ നടപടികൾ, അതോടൊപ്പം തന്നെ അന്വേഷണ വിവരം നൽകൽ, അതോടൊപ്പം തന്നെ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കൽ, അങ്ങനെ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കൂടി കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ചയിലുടനീളം വന്ന ഒരു തീരുമാനമായിരുന്നു ഹാരിസിനെതിരെ നടപടിയില്ല എന്നുള്ളത്. ഇന്ന് അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് ശേഷം ഇന്ന് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അതെന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ആരോഗ്യ മേഖലയിലെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വീഴ്ച വളരെ ശക്തമായിട്ടും അതോടൊപ്പം തന്നെ വളരെ വ്യക്തതയോടുകൂടിയും തെളിവുകളോടുകൂടി വ്യക്തമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. യൂറോളജി വിഭാഗത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, ശസ്ത്രക്രിയകൾ മുടങ്ങിയത്, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത്, പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്നും പണം കൊടുത്ത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കേണ്ടത്, മുടങ്ങുന്ന ശസ്ത്രക്രിയകൾക്ക് കൂട്ടിരിപ്പുകാരിൽ നിന്നും രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന മാനസിക അസ്വാരസ്യങ്ങൾ, ഇതെല്ലാം ഡോക്ടർ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അവസാനമായിട്ട് ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരി എന്ന് വേണം നമുക്ക് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കൊണ്ട് തന്നെ ഡോക്ടർക്കെതിരെ നടപടികൾ അവസാനിപ്പിക്കുന്നത്. മോഴ്സിലേറ്റർ ഉൾപ്പെടെ കാണാതായി എന്ന് ആരോപിച്ചുകൊണ്ട് ഡോക്ടർക്കെതിരെ നടപടി എടുക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത പുറത്തു വന്നു. അപ്പോൾ എന്തായാലും ആ സംഭവങ്ങളിലൊന്നും ഇപ്പോൾ നടപടിയില്ല. എന്തായാലും ഡോക്ടർക്കെതിരെയുള്ള നടപടികളും അന്വേഷണമൊക്കെ അവസാനിപ്പിക്കുകയാണ്. കാരണം നോട്ടീസ് നൽകിയതെന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ളൊരു നടപടി മാത്രമാണ്. കാരണം ഒരു സിസ്റ്റത്തെ പറ്റി ഇത്രയും വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ കാണാതാകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ യൂറോളജി വിഭാഗത്തിന്റെ മേധാവി എന്നോണം അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയത് പ്രാഥമിക നടപടി മാത്രമാണ് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള. തീർച്ചയായും മോഹൻദാസ് എന്ന പ്രേക്ഷകനും ചോദിക്കുന്നു എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഡോക്ടർ ഹാരിസ് എന്ത് തെറ്റ് ചെയ്തു എന്ന് കൃത്യമായി പറയാൻ സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിശദീകരണം നൽകുന്നത്. അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയൊന്നുമില്ല, ഒരു നോട്ടീസ് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. ബലാത്സംഗ കേസിൽ പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികൾ പലതും റാപ്പർ വേടന് എതിരാണ് എന്നാണ് സൂചന. കേസിൽ ഡിജിറ്റൽ തെളിവുകൾ മുഴുവൻ വീണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ സാക്ഷിമൊഴികളും നിർണായകമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മുന്നണി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞെന്നും CPM ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്നും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എതിരെ രൂക്ഷ വിമർശനവും പരിഹാസവും ഉയർന്നു. എന്തു പറയുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നും ഗുളിക കഴിക്കും പോലെയാണ് പ്രസ്താവനകളെന്നും വിമർശനം. CPM നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കും. പാർട്ടിയിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനമുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നമുക്കറിയാം CPIയുടെ സമ്മേളന കാലമാണിത്. ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് CPMുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നുള്ള ആവശ്യം പ്രതിനിധികൾ ശക്തമായി മുന്നോട്ട് വെച്ചത്. അതുമാത്രമല്ല, സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും വലിയ വിമർശനം ഉയർന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി പിന്നീട് വീണ്ടും പാർട്ടിയിൽ നിന്നും CPI വിട്ടുപോവുകയാണോ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 1964 32 അംഗങ്ങളെ കൊണ്ട് 32 അംഗങ്ങളുമായിട്ട് പാർട്ടി വിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു മുന്നണിയിലൊരു സഖ്യകക്ഷിയായിട്ട് മാത്രം നിലനിൽക്കുകയായിരുന്നു CPI എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് പരിശോധിക്കുകയാണ്, 64 ശേഷം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരുപക്ഷെ കേരളത്തിൽ LDF മുന്നണിയിൽ പ്രബലമായ ശക്തി
സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് CPM ആണ്. അപ്പോൾ CPM-നോടൊപ്പം ഒത്തുപോകണ്ട എന്നൊരു നിലപാടാണ് ഒരുപക്ഷെ പ്രതിനിധികൾക്കും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും CPI-യുടെ സമ്മേളന കാലഘട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ സമ്മേളനത്തിലാണ് വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിട്ടുള്ളത്. ബിനോയ് വിശ്വത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടുള്ളത്. എന്ത് പറയുന്നെന്നോ എങ്ങനെ പറയുന്നെന്നോ അദ്ദേഹത്തിന് അറിയില്ല. മണിക്കൂറുകൾ കൂടുമ്പോൾ ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നു. ആ പ്രസ്താവനകൾ ആർക്കു വേണ്ടി അനുകൂലമായിട്ടാണ് ഇറക്കുന്നത് എന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതെന്നൊരു വ്യക്തതയില്ല. അപ്പോൾ AKG സെൻറ്ററിൽ പോയി ചായയും കുടിച്ച് തിരിച്ചു വരുന്നൊരു നിലപാടാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിയിൽ അല്ലെങ്കിൽ CPI-യുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ബിനോയ് വിശ്വം വെളിച്ചപ്പാടാണോ എന്നാണ് പരിഹാസത്തിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ 3 നേരം ഗുളിക കഴിക്കുന്നത് പോലെ പ്രസ്താവന ഇറക്കിയാൽ മാത്രം ഒരുപക്ഷെ അതൊരു മുന്നണിയിലെ അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ ഒരു നിലപാടായി മാറില്ല. നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ ഒരുപക്ഷെ CPI-ക്ക് മുട്ടിടറാറുണ്ട്. ആ ഒരു മുട്ടിടിച്ചിലാണ് ഒരുപക്ഷെ നിലപാടുകളിൽ നിന്നും മുഴച്ചു നിൽക്കുന്നത് എന്നൊരു ആക്ഷേപം വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയിൽ ജാതി വിവേചനമെന്ന സമ്മേളനത്തിലൊരു വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. CPI-യിൽ പ്രധാനമായിട്ടും LDF പോലുള്ള മുന്നണിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷി. അപ്പോൾ ആ കക്ഷിയിൽ ഇത്തരത്തിൽ ഒരു ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നൊരു ആക്ഷേപവും കൂടി CPI-യുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ CPM-നേക്കാളും മുതിർന്ന ഒരു പരിചയമുള്ള ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. പക്ഷേ CPI-ക്ക് എത്രത്തോളം മുന്നണിയിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു കാര്യത്തിലൊക്കെ പ്രതിനിധികളുടെ ഇടയിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അണികളുടെ ഇടയിലും സംശയം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ CPM-ന് ലഭിക്കുന്ന പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം CPI-ക്ക് ലഭിക്കുന്നില്ല എന്നൊരു ആശങ്ക തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സമ്മേളന കാലഘട്ടത്തിൽ ഉയരാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സമ്മേളന കാലഘട്ടത്തിൽ ഉയരുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPI-യിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ, ഒരുപക്ഷെ ഒരു കൂടിച്ചേരായ്മ തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് മുന്നോട്ട് വരാൻ സാധ്യത. CPI-യിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ CPI-ക്ക് മുന്നണിയിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എതിർപ്പ്. CPI-യിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നുവെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം N രാജനെ പോലും തരം താഴ്ത്തുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മുന്നണിയുമായിട്ട് ഒത്തുപോവുകയാണെങ്കിൽ വിവേചനമെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിവേചനമെല്ലാം നേരിട്ട് കൊണ്ട് തുടരേണ്ടി വരും. ഈ സമയത്ത് മുന്നണി വിട്ടുപോകേണ്ട സമയമാണ്. മുന്നണിക്ക് പിന്തുണ നൽകേണ്ട ആവശ്യമില്ല, CPI-ക്ക് കാലുതാങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ വലിയ രീതിയിലൊരു വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ വിമർശനമാണ് CPI-ക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നത്. മുന്നണി വിടണമെന്നുള്ള ആവശ്യം തന്നെ ഉയരുന്നു. പ്രീതി ജയൻ എന്നുള്ള പ്രേക്ഷക ചോദിക്കുകയാണ്, CPI ഇനി എങ്ങോട്ട് പോകുന്നു? CPI നേരത്തെയും മുന്നണി വിട്ടിട്ടുണ്ട്. നമ്മൾക്കറിയാം PK വാസുദേവൻ നായർ ഇവിടെ മുഖ്യമന്ത്രി ആയത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അത് CPI-ക്ക് നേരത്തെയും CPM-ൽ നിന്നും ഇത്തരത്തിലുള്ള അവഗണന നേരിട്ടപ്പോൾ അവർ മുന്നണി വിടുന്ന സാഹചര്യമൊക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ശക്തമായി ഉയരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉയർന്നു വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. വിദ്യാർത്ഥികളെ കയറ്റാതെ പോകാൻ ശ്രമിച്ച സ്വകാര്യ ബസ്സിന് മുന്നിൽ കിടന്ന് ബസ് നിർത്തിച്ച് ഹോംഗാർഡ്. കോഴിക്കോട് കുന്നമംഗലത്ത് മർക്കസ് ബസ് സ്റ്റോപ്പിന് മുമ്പിലാണ് ഈ സംഭവം. കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ നാഗരാജനാണ് ബസ് നിർത്തിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ബസ് നിർത്താതെ വന്നാൽ പിന്നെ ബസ്സിന് മുന്നിൽ കിടക്കുക, അത് വലിയ ഒരു തന്ത്രം തന്നെയായി അത് സ്വീകരിച്ച ആ മനുഷ്യനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അനഘ. വിനോദ്, ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കോഴിക്കോട് കുന്നമംഗലത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് കുന്നമംഗലത്തെ മർക്കസ് ബസ് സ്റ്റോപ്പിൽ നിറയെ വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അതുവഴി വന്ന ഒരു സ്വകാര്യ ബസ്, ഈ സ്വകാര്യ ബസ് ബസ് സ്റ്റോപ്പിൽ വിദ്യാർത്ഥികളെ കണ്ടതോടെ ബസ് നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ സമയത്താണ് കോഴിക്കോട് പെരുവയൽ സ്വദേശിയായിട്ടുള്ള നാഗരാജൻ എന്ന് പറയുന്ന ഹോംഗാർഡ് ഈ ബസ്സിന് മുന്നിൽ കിടന്നുകൊണ്ട്, അതായത് ബസ് കൈ കാണിച്ചു, ബസ്
നിർത്തിയില്ല. അതിനുശേഷം ബസ് പതിയെ പോയ ബസ്സിന് മുന്നിലേക്ക് പോവുകയും അവിടെ ബസ്സിന് മുന്നിൽ കിടക്കുകയും ചെയ്തത്. ഇതോടെയാണ് ബസ് നിർത്തിയത്. അതിനുശേഷം ഈ മർക്കസ് ബസ് സ്റ്റോപ്പിന് മുന്നിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ഈ ബസ്സിലേക്ക് കയറ്റുകയും അതിനുശേഷമാണ് ഈ ബസ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോവുകയും ചെയ്തത്. അതിന്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും കോഴിക്കോടിനെ അല്ലെങ്കിൽ കേരളത്തിലെ മൊത്തം സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്തരത്തിൽ സ്വകാര്യ ബസ് പലപ്പോഴും വിദ്യാർത്ഥികളെ കാണുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ഹോം ഗാർഡായിട്ടുള്ള നാഗരാജൻ ബസ്സിന് മുന്നിൽ കിടന്ന്, അതായത് ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ കയറ്റി സ്വകാര്യ ബസ് പോകണം എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. വിനോദ്, തീർച്ചയായും രാവിലെയും വൈകിട്ടുമൊക്കെ സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിൽ പാഞ്ഞു പോകുന്ന പതിവുണ്ട്. വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്നു. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകേണ്ടി വരുന്നു. അതുകൊണ്ട് വിദ്യാർത്ഥികളെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ തന്നെയാണ് സമരവുമായി രംഗത്ത് വരുന്നത്. പക്ഷേ നാഗരാജൻ എന്ന് പറയുന്ന ഹോംഗാർഡ് ആണ് ഇത്തരത്തിൽ ബസ്സിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചത്. അത് ജനങ്ങളുടെ വികാരം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ. പൈലറ്റ് ആകുക എന്ന സ്വപ്നത്തിലേക്ക് കഠിന അധ്വാനം കൊണ്ട് പറന്നെടുത്ത മിടുക്കിയാണ് ആലപ്പുഴ കരുവാറ്റ സ്വദേശിനി ലക്ഷ്മി. പക്ഷേ സാമ്പത്തികമാണ് ലക്ഷ്മിയുടെ സ്വപ്നത്തിൻ്റെ തടസ്സം. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഏക കോളേജിൽ പ്രവേശന പരീക്ഷയിലൂടെയാണ് ഈ മിടുക്കിക്ക് അഡ്മിഷൻ ലഭിച്ചത്. 14-ാം തീയതിക്കകം ഫീസിൻ്റെ ആദ്യ ഗഡുവായ 15 ലക്ഷം രൂപ കെട്ടിവെക്കണം. നിർധന കുടുംബത്തിൽ നിന്നുള്ള ലക്ഷ്മി ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും. ആലപ്പുഴ കരുവറ്റ കന്നുകാലിപ്പാലത്തിന് സമീപമാണ് ലക്ഷ്മിയുടെ വീട്. ഡ്രൈവറായ അച്ഛൻ ശരത്തിന് നിലവിൽ തന്നെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വായ്പ ബാങ്കുകാർ നൽകുന്നില്ല. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിനുള്ള കോഴ്സിലേക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമിയിൽ ആകെയുള്ള 120 സീറ്റിൽ പ്രവേശനത്തിന് ലക്ഷ്മി യോഗ്യത നേടിയിട്ടുണ്ട്. സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യമടയ്ക്കേണ്ട 2.5 ലക്ഷം രൂപ പാർലമെന്റ് അംഗം സുരേഷ് ഗോപിയാണ് നൽകിയത്. ബാക്കി തുകയ്ക്ക് സ്ഥലം MLA രമേശ് ചെന്നിത്തലയെയും MP KC വേണുഗോപാലിനെയും ജില്ലാ കളക്ടറെയും സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല. ഞാൻ MLAയും KC വേണുഗോപാൽ സാർ അവരൊക്കെ എന്നെ അഭിനന്ദനം അറിയിക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ MLA സാറ് എൻ്റെ കാര്യമൊക്കെ കേട്ടിട്ട് നമ്മുടെ യൂസഫ് അലി സാറിന് ഒരു ലെറ്റർ നേരിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെ വിളിച്ചിട്ട് അങ്ങനെ ഫോണൊന്നും എടുത്തില്ല. MP പുള്ളിക്കാരനും പോസിറ്റീവായിട്ടൊരു മറുപടി പറയാനില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. 14-ാം തീയതിക്കകം 14,60,000 രൂപ അടച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടും. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പൈസയാണ്. എൻ്റെ അച്ഛൻ ഡ്രൈവറാണ്. ഒരുപാട് കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു തുക എന്തിന് എനിക്ക് പോകാനുള്ള ബേസിക് എക്സ്പെൻസസ് പോലും കവർ ചെയ്യാനുള്ള ഒരിത് ഇപ്പം അച്ഛനില്ല, കട പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു തുകയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. 14-ാം തീയതിക്ക് മുൻപായിട്ട് ഒരു 15 ലക്ഷത്തിനടുത്ത് പൈസ അടയ്ക്കണം. അപ്പോൾ അതാണ് അത്യാവശ്യമായിട്ട് ഇപ്പോൾ വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ സീറ്റ് ക്യാൻസലായി പോവും. ലക്ഷ്മിയെ സ്പോൺസർ ചെയ്യാൻ ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷ്മിയുടെ കുടുംബവും നാട്ടുകാരും. SBIയുടെ ഡാണാപ്പടി ബ്രാഞ്ചിൽ ലക്ഷ്മി S എന്ന പേരിൽ തുറന്നിട്ടുള്ള 3699177435 നമ്പർ അക്കൗണ്ടിൽ സഹായം എത്തിക്കാം. SBIN 0070440 IFSC കോഡ്. ഫോൺ നമ്പർ 8129422662. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. മിടുമിടുക്കിയായ ലക്ഷ്മിക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ, സാമ്പത്തികമായി സഹായം നൽകാൻ കഴിയുന്നവർ ലക്ഷ്മിയെ സഹായിക്കുക. വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് വിവരങ്ങൾ ചോർത്തിയ സംഘത്തിലെ DYFI പ്രവർത്തകർ അറസ്റ്റിൽ. മലപ്പുറം കെട്ടപ്പുറം സ്വദേശി TP റിയാസ് ആണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിലെത്തിയ ഗുജറാത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം റിയാസിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാളെ കൂടാതെ വിവിധ ഇടങ്ങളിൽ നിന്നായി വേറെ 8 പേരെയും സമാന കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് വിവരങ്ങൾ ചോർത്തുക. അതിലെ സംഘത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് DYFI പ്രവർത്തകരാണ്. മലപ്പുറം സ്വദേശി TP റിയാസ്
ഇയാളെ കൂടാതെ മറ്റ് 8 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. ഈ കേസ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അനഘ ഹർഷൻ. വിനോദ്, അതായത് മലപ്പുറം കൊട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകൻ, അതായത് ഡിവൈഎഫ്ഐ CPM-ന്റെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ ഒരു സഖാവിനെയാണ്, ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും കറകളഞ്ഞ സഖാവ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സഖാവിനെയാണ് വ്യാജ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെന്ന ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ രഹസ്യമായി ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുന്ന അന്വേഷണ സംഘം, അതായത് ഗുജറാത്തിലെ ദാമൻദിയിൽ നിന്ന് എത്തിയിരിക്കുന്ന അന്വേഷണ സംഘം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ റിയാസ് TPയുടെ വീട്ടിലെത്തി അതീവ രഹസ്യമായാണ് വീട്ടിൽ നിന്ന് റിയാസ് TPയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം ഇപ്പോൾ ഇയാൾ ദാമൻദിയിലെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇയാൾ റിമാൻഡിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇയാളെ കൂടാതെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് 8ഓളം പേരെയും ഇത്തരത്തിൽ ദാമൻദിയിൽ വന്ന പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു അറസ്റ്റിനെ കുറിച്ച് കേരള പോലീസിനെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായൊരു നടപടിയായിരുന്നു ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നത്. അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലപ്പുറം കൊട്ടപ്പുറത്തുള്ള ഈ റിയാസ് TPയുടെ വീട്ടിലേക്ക് ഈ ഒരു 5-അംഗ സംഘം എത്തുന്നത്. അതിനുശേഷം അതീവ രഹസ്യമായി തന്നെയാണ് വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ സംഭവം അതിനുശേഷമാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ അറിയുന്നത്. പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നടക്കമാണ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നത് പോലും. മാത്രമല്ല, ഈ റിയാസ് TP എന്ന് പറയുന്നത് ആദ്യം ഒരു ഏറ്റവും സാധാരണക്കാരനായിരുന്നു. അതിനുശേഷം പെട്ടെന്നാണ് ഇയാൾ പണക്കാരനായത് എന്നാണ് ആ പ്രദേശത്തെ അയൽക്കാർ പോലും പറയുന്നത്. എങ്ങനെയാണ് ഇയാൾ പണം ഉണ്ടാക്കിയത് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വ്യാജ സോഫ്റ്റ്വെയർ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക, അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക, അതായത് ഒരാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുക, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പോലും പല ഘട്ടങ്ങളിലും വിവരങ്ങൾ ചോർത്തി മറ്റ് ആളുകൾക്ക് കൈമാറുക എന്നതടക്കമുള്ള അതീവ ഗുരുതരമായ കുറ്റം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ദാമൻദിയിലുള്ള അന്വേഷണ സംഘമാണ് കേസ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും NIA അടക്കമുള്ള ഏജൻസികൾ ഈ കേസിലേക്ക് ബന്ധപ്പെടാനും ഇയാൾക്കെതിരെ ഒരു അന്വേഷണം നടത്താനും ഒക്കെയുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാവും. കാരണം അത്തരത്തിൽ ഒരു വഞ്ചന കുറ്റം പോലും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ 338, 111 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അതായത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട്, അതായത് ഒരു വ്യാജ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ വിവരം ചോർത്തുക എന്നതടക്കം, മറ്റുള്ളവർക്ക് വിവരം ചോർത്തി നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇത്തരത്തിലൊരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനാണ്, CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. അങ്ങനെ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ ഇതുവരെ ഈ കൊണ്ടോട്ടിയിലെ കോട്ടപ്പുറത്തെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള CPM-ന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട സമയത്ത് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയ രീതിയിലുള്ള അവർ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. അത് ഒരു സാധാരണ നടപടി മാത്രമാണ് പറയുന്നത്. അതായത് എന്ത് കുറ്റം CPM-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അവരെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് CPM എല്ലാ കാലത്തും പിന്തുടരുന്നത്. അത് ഇവിടെയും ആവർത്തിക്കുകയാണ്. തള്ളിക്കളയാനോ ഇത്തരത്തിൽ തെറ്റ് ചെയ്തവരെ തള്ളിപ്പറയാനോ പോലും ഈ കോട്ടപ്പുറത്തെ CPM തയ്യാറായിട്ടില്ല എന്നതാണ്. അതായത് സോഫ്റ്റ്വെയർ പോലുള്ള സംഭവം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ അതീവ ഗൗരവകരമായ ഒരു കുറ്റമാണ് ഈ റിയാസ് TPക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസ് NIA അടക്കം ഏറ്റെടുക്കും എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. വിനോദ്, തീർച്ചയായും വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകുന്ന അതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് DYFI നേതാവ് റിയാസ്. അയാളെയാണ് ഇപ്പോൾ പിടികൂടിയത്. അയാളെ കൂടാതെ 8 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കേസാണിത്. ഗുജറാത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ കൃത്യമായി വലയിലാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ. പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങി കണ്ണൂരിലെ ഐഷ ഗോൾഡിൽ നിക്ഷേപം നടത്തി വഞ്ചിക്കപ്പെട്ടവർ. 1000-ലേറെ വരുന്ന നിക്ഷേപകർക്കായി 100 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് നിക്ഷേപകർ പറയുന്നത്. സ്ഥാപനം ഉടമകൾ പൂട്ടിപ്പോയതോടെ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ എവിടെ പോകണമെന്ന് ഇവർക്ക് ഇപ്പോൾ അറിയുന്നു പോലുമില്ല. 10-ലധികം ഷോറൂമുകൾ ഉണ്ടായിരുന്ന സ്ഥാപനമാണ് പാപ്പിനിശ്ശേരിയിലെ ഐഷ ഗോൾഡ്.
1000-ലേറെ ആളുകളിൽ നിന്ന് പണവും സ്വർണവുമെല്ലാം നിക്ഷേപമായി ഇവർ സ്വീകരിച്ചിട്ടുമുണ്ട്. 3 വർഷം മുമ്പ് വരെ നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്ത തുക കൃത്യമായി കിട്ടിയിരുന്നു. എന്നാൽ ഉടമ അഷ്റഫിന്റെ മരണത്തിന് പിന്നാലെ നിക്ഷേപിച്ച പൈസ തിരികെ കിട്ടാതായി. ഇതിന്റെ അഷ്റഫ് ഖാൻ മരിക്കുന്നത് വരെ നമുക്ക് ഒരു പരാതിയില്ല. അതിനുശേഷം ഒരുപാട് ആൾക്കാരും ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കാണ് പരാതി. അപ്പോൾ നമ്മളെ പൈസ അന്നേരം ചോദിച്ചപ്പോൾ അവൻ തന്നിട്ടില്ല. ഓരോ ഡേറ്റ് ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ്. അപ്പോൾ അഷ്റഫ് ഖാൻ മരിച്ച സമയത്ത് തന്നെ അത് ക്ലോസ് ചെയ്തിട്ട് എല്ലാവരുടെ എമൗണ്ട് കൊടുത്ത് വീട്ടിയാൽ മതിയേനും. പക്ഷെ അത് നീട്ടി നമുക്ക് ഓരോ ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം, അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ആയിക്കാൻ നിങ്ങൾക്ക് പൈസ തരുമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ അവിടെ തന്നെ നിർത്തിച്ചത്. അഷ്റഫിന്റെ മകൻ മുഹാദ് ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ സ്ഥാപന ഉടമകൾ. ഐഷ ഗോൾഡ് വകയായുള്ള സ്ഥാപനങ്ങളെല്ലാം പൂട്ടി മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നിക്ഷേപം നടത്തിയവർ വെട്ടിലായതായി തിരിച്ചറിഞ്ഞത്. ഇനിയൊരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലില്ല എന്ന് ഞാനൊരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാണ്. കാരണം 9 തവണ വളവട്ടം പോലീസ് സ്റ്റേഷനും 2 തവണ ഈ ജനങ്ങൾക്ക് വേണ്ടി കണ്ണാപുരം, അങ്ങനെ പല ഓഫീസസ് കയറിയ ഒരാളാണ്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യം നമുക്കില്ലാന്ന് തോന്നി. ഇനി നമുക്ക് നമ്മളെ നീതി കിട്ടണം. സ്വത്തുവകകൾ വിറ്റ് പണവും സ്വർണവും തിരികെ നൽകാമെന്ന ഉറപ്പുകൾ നടപ്പായിട്ടില്ല. കൂലിപ്പണിയെടുത്തും മറ്റുമുണ്ടാക്കിയ പണം നിക്ഷേപിച്ച ആളുകളും രോഗികൾ അടക്കമുള്ളവരുമാണ് നിക്ഷേപ തട്ടിപ്പിൽ ഇരകളായത്. കുറച്ച് വിഷമത്തിലാണ് തരാം, നമുക്ക് അവിടെ വിൽക്കാനുണ്ട്, ഇവിടെ വിൽക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് കുറേ പോയപ്പോൾ ഹെഡ് ഓഫീസേ പൂട്ടി, അവിടെ ആളേ ഇല്ല. തങ്ങൾ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാൻ പോലീസ് സ്റ്റേഷനുകൾ കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടാകാതെ വന്നതോടെ പ്രതിഷേധം ശക്തമാക്കാനാണ് നിക്ഷേപകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജനം, കണ്ണൂർ. അതെ, ഇത്തരത്തിൽ എത്രയോ നിക്ഷേപ തട്ടിപ്പുകളാണ് കേരള സംസ്ഥാന വ്യാപകമായി പല പേരുകളിൽ പലർ കബളിപ്പിക്കൽ നടത്തിയിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് ഇങ്ങനെ പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എത്ര പണം നഷ്ടപ്പെട്ടാലും വീണ്ടും കൂടുതൽ പലിശയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ മലയാളികൾ നിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസം. ഭൂമി ഏറ്റെടുക്കലിലെ പാളിച്ചകൾ മൂലം സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾ പ്രതിസന്ധിയിലെന്ന് കേന്ദ്രം. 476 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥലത്ത് ഇതുവരെ ഏറ്റെടുത്തത് വെറും 73 ഹെക്ടർ മാത്രം. റെയിൽവേ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്രം തയ്യാറെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കലിന് 2112 കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയെന്നും കേന്ദ്ര സർക്കാർ. ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ മൂലം വൈകുന്നത് ശബരിമല റെയിൽവേ പാതം അടക്കമുള്ള റെയിൽവേയുടെ സംസ്ഥാനത്തെ 5 മെഗാ പദ്ധതികളാണ്. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് വിനീഷ് ചേരുകയാണ്. വിനീഷ്, കേരളത്തിൽ റെയിൽവേ പദ്ധതികളൊന്നും നടക്കുന്നില്ല, റെയിൽവേ വികസനം നടക്കുന്നില്ല എന്നുള്ള നിരന്തര പരാതിയാണ് ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം കൃത്യമായി ഭൂമി ഏറ്റെടുക്കാൻ വരെ പണം കൊടുത്തിട്ട് പോലും ഭൂമി ഏറ്റെടുക്കൽ അതിൻ്റെ 0.5% പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ശബരി പാത അടക്കമുള്ള പദ്ധതികൾ അത് തകിടം മറിയുകയാണ്. അങ്ങനെയല്ലേ വിനീഷ്? തീർച്ചയായിട്ടും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ പ്രതിപക്ഷവും പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ പഴിചാരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ റെയിൽവേ വികസനം. ഈ റെയിൽവേ വികസനത്തിൽ ശബരിപാത അടക്കമുള്ള സ്ഥലങ്ങൾ, ആ പ്രദേശത്തേക്ക് പോകുന്നതിനുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സംസ്ഥാനം വലിയ വീഴ്ച വരുത്തിയെന്നാണ് കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നത്. ഇതിനായി 2112 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നിലവിൽ നൽകി കഴിഞ്ഞു. എന്നിട്ടും സംസ്ഥാനം ഒരു മെല്ലെപ്പോക്ക് നയമാണ് ഇപ്പോൾ ഈ റെയിൽവേ വികസന പദ്ധതികളിൽ നടത്തുന്നത് എന്നത് തന്നെയാണ് കേന്ദ്രം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വിശദമായ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി ലോകസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ 476 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടടുത്ത് ഇതുവരെ ഏറ്റെടുത്തത് വെറും 73 ഹെക്ടർ ഭൂമി മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഈ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് നടക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരുന്ന സമീപനം തന്നെയാണ് പല ഘട്ടങ്ങളിലും നമുക്ക് ഇടതു വലതു മുന്നണികളുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത്തരം കണക്കുകളൊക്കെ സംസ്ഥാന സർക്കാർ മറച്ചു പിടിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 476 ഹെക്ടർ ഭൂമിയാണ് പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടുള്ളത്. ഇതിൽ 73 ഹെക്ടർ ഭൂമി മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് 403 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുണ്ട്. അതേസമയം തന്നെ
സംസ്ഥാന സഹായമില്ലാതെ പദ്ധതികളുടെ വിജയവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാരുകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്തമായ ഒരു ഇടപെടലാണ്, സംയുക്തമായ ഫണ്ട് വിനിയോഗത്തിലൂടെയാണ് ഈ വികസനം നടക്കേണ്ടത്, ഈ റെയിൽവേ വികസനം നടക്കേണ്ടത്. ഇതിൽ 2112 കോടി രൂപ ഇതിനകം തന്നെ കേന്ദ്രം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ഒരു നടപടി പോലും മുന്നോട്ടെടുക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിലൂടെ നമുക്ക് ഇല്ലാതാകുന്നത് റെയിൽവേ വികസനത്തിൻ്റെ 5 പദ്ധതികളാണ്. 5 പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അങ്കമാലി ശബരിമല പാത തന്നെയാണ്. ആ അങ്കമാലി ശബരിമല പാതയിൽ മാത്രം 111 കിലോമീറ്ററാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടത്. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് 416 ഹെക്ടർ ഭൂമി ഇതിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കുമ്പാളം തുറവൂർ ഡബിളിംഗ്, ഈ പാത ഡബിളിങ്ങുമായി ബന്ധപ്പെട്ട് 16 കിലോമീറ്റർ ഏറ്റെടുക്കണം. അതിൽ 10 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടതുള്ളത്. ഒപ്പം തിരുവനന്തപുരം കന്യാകുമാരി ഡബിളിംഗ് പാത ഇരട്ടിപ്പിക്കലിൽ 87 കിലോമീറ്ററാണ് ഏറ്റെടുക്കേണ്ടത്. ഇവിടെയും നടപടിക്രമങ്ങൾ എങ്ങും എത്തുന്നില്ല. ഷൊർണൂർ വള്ളത്തോൾ പാത ഡബിളിംഗ്, ഇങ്ങനെ 5 പദ്ധതികൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 പദ്ധതികളോട് സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ മൂലം വൈകുന്നത് ഏറ്റവും പ്രധാന പദ്ധതിയാണ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് ശബരിമല റെയിൽപാത അടക്കമുള്ള റെയിൽപാതയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 പദ്ധതികൾ. ഈ 5 പദ്ധതികളിലും സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് നയമാണ് നടത്തുന്നത്. ഇതിൽ വെറും 73 ഹെക്ടർ ഭൂമി മാത്രമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ളത് ഈ 5 പദ്ധതികളിലുമായി 476 ഹെക്ടർ ഭൂമിയാണ്. ഇനി ബാലൻസ് ഉള്ളതാകട്ടെ 403 ഹെക്ടർ ഭൂമി. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചകളുണ്ടാകുന്നു. പക്ഷേ പൊതുസമൂഹത്തിൽ സർക്കാർ ചർച്ചകൾ വരുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രിമാർ പൊതുസമൂഹത്തിൽ വ്യക്തമാക്കുന്നത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ കൃത്യസമയത്ത് പണം നൽകിയില്ല എന്നതാണ്. പക്ഷേ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കള്ളത്തരം എന്ന് തന്നെയാണ് ഈ ലോകസഭയിൽ വന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2112 കോടി രൂപ ഇതുവരെ സംസ്ഥാനത്തിന് ഈ റെയിൽപാതയുടെ വികസനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്കായി കേന്ദ്രം നൽകി കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി യാതൊരു വിധമായ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. വിനോദ്. അതെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വിനീഷ് ഈ അവസരത്തിൽ പങ്കുവെക്കുന്നത്. റെയിൽവേ വികസനം കേരളത്തിൽ നടപ്പാകുന്നില്ല, പക്ഷേ കേന്ദ്രം കൃത്യമായി പണം നൽകുന്നുണ്ട്. അങ്കമാലി ശബരി റെയിൽപാത നടപ്പാകുന്നില്ല. അതേപോലെ തന്നെ ആലപ്പുഴ വഴിയുള്ള ഡബിളിംഗ് അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. 10 കിലോമീറ്റർ അത് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ പാലക്കാട് ഭാഗത്ത് ഡബിളിംഗ് നടക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ ട്രാക്ക് നാളിതുവരെയായി മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് അത് ഡബിളിംഗ് നടത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നമ്മൾക്കറിയാം, കോട്ടയം വഴിയുള്ള പാത ഡബിളിംഗ് പൂർത്തീകരിച്ചതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്. അതുകൊണ്ട് കേരളത്തിൽ റെയിൽവേ വികസനം നടക്കാത്തത് ഇവിടെ ഭൂമി ഏറ്റെടുത്ത് നൽകാത്തത് കൊണ്ടാണ് എന്ന് കേന്ദ്രം കൃത്യമായി കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നു. അവർ പണം നൽകിയിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വിനീഷ് പങ്കുവച്ചത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിസ്സഹകരണം തുടരുന്നതോടെ സാങ്കേതിക സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷം. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി നിസ്സഹകരണ സമീപനം തുടരുന്നതോടെ ജീവനക്കാർക്ക് ശമ്പളവും വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർവകലാശാല. വിദഗ്ധ സമിതിയുടെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, സാങ്കേതിക സർവകലാശാലയിൽ നിരവധി ഭരണ പ്രതിസന്ധി തുടരുകയാണ്. അതായത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിസ്സഹകരണം തുടരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട തടസ്സം. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ, സാങ്കേതിക സർവകലാശാലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പോലും ലഭിക്കാൻ കഴിയാത്തൊരു അവസ്ഥ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ജീവനക്കാർക്കടക്കം ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളോളമാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇടതംഗങ്ങൾ ഒരു നിസ്സഹകരണം തുടരുന്നതാണ് അതിന് ഈ ഭരണ പ്രതിസന്ധിക്കടക്കം കാരണമാകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഇടതംഗങ്ങൾ മീറ്റിങ്ങിലടക്കം പങ്കെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കോറം തികയാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട്.
ഇതോടുകൂടി ധനവിനിയോഗ ബില്ല് അടക്കം പാസ്സാക്കാൻ കഴിയാത്തൊരു സാഹചര്യവും ഇപ്പോൾ സർവകലാശാലയിൽ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. നമുക്കറിയാം, ഈ ഗവർണർ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ ഗവർണർ VC നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആണ് ഈ സർക്കാരിന് അനുകൂലമായിട്ടൊരു സമീപനം നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇടതംഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഈ യോഗങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക തുടങ്ങിയ നടപടികളിലേക്ക് ഇടതംഗങ്ങൾ കടന്നിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ഭരണപ്രതിസന്ധി രൂക്ഷമാകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇതൊക്കെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഈ ഇടതംഗങ്ങളുടെ ഇത്തരം സമീപനങ്ങൾ തുടരുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അടക്കമുള്ളവർക്കാണ്. മാത്രമല്ല, ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട നിരവധി ബില്ലുകളടക്കം പാസ്സായി വരേണ്ടതുണ്ട്. ഇതൊന്നും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വൈസ് ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുന്നുമുണ്ട്. കാരണം ഇടതംഗങ്ങളുടെ ഒരു നിലപാടും നടപടിയുമാണ് ഇപ്പോൾ ഇത്തരം ഒരു ഭരണപ്രതിസന്ധിയിലേക്ക് എത്തുന്നതിന് കാരണമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാർക്കടക്കം ശമ്പളം കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് സർവകലാശാല എത്തിച്ചേരുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയാണ്. വലിയ രീതിയിൽ നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റിയിലൊരു അവസ്ഥ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ എപ്രകാരമാണോ പെരുമാറിയെന്നടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നൊരു സാഹചര്യമാണ്. സമാനമായ സാഹചര്യമാണ് മറ്റ് സർവകലാശാലകളിലും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ സർവകലാശാലയിലും ഇത്തരത്തിൽ ഡിജിറ്റൽ സർവകലാശാലയിലും ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അംഗങ്ങളുടെ നടപടികൾ തുടർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ അടക്കം ഭാവി തുലാസിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികാര നടപടി, അത് രാഷ്ട്രീയ പകപോക്കൽ നടപടിയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ പ്രതിഷേധവും ഉയരുന്നത്. തീർച്ചയായും പ്രശാന്ത്, നമ്മുടെ പ്രേക്ഷകൻ അജിത് ഭാസ്കറും പറയുന്നുണ്ട് ഭരണപ്രതിസന്ധിയാണ്. അതേപോലെ തന്നെ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ടല്ലോ പ്രശാന്ത്. ഈ സർവകലാശാലയിലെ VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ ഓർഡിനൻസുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ നീക്കം. അവർ ഈ ഓർഡിനൻസുമായി രാജ്ഭവനിലേക്ക് പോകുമെന്നറിയുന്നു. VC നിയമനത്തിൽ സർക്കാരിന് അനുകൂലമായ ഓർഡിനൻസ് രാജ്ഭവൻ കടക്കുക ഏറെ പ്രയാസവുമാണ്. സർക്കാരിന് മേൽക്കൈയുള്ള സമിതി നൽകുന്ന പാനലിൽ നിന്ന് ഭൂരിപക്ഷ അംഗങ്ങൾ നിർദ്ദേശിക്കുന്നയാളെ VC ആയി ചാൻസലർ നിയമിക്കണം എന്നുള്ള ഒരു നിയമവ്യവസ്ഥയും നിലനിൽക്കുന്നുണ്ടല്ലോ പ്രശാന്ത്. ഇതെല്ലാം വലിയ ഭരണ പ്രതിസന്ധിയല്ലേ പ്രശാന്ത്? 5 അംഗ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്. ഇതാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്കൊക്കെ ചെന്നെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയാണ്. ആ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അത് പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ സെർച്ച് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ സർക്കാർ ഇറക്കിയ ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ അങ്ങനെ സർക്കാർ ഇറക്കിയ ഓർഡിനൻസുമായി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത്, നേരത്തെ എപ്രകാരമാണോ സർവകലാശാലകളിൽ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട ഇടത് അംഗങ്ങൾ അവിടേക്ക് എത്തുന്ന, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളെ അവിടേക്ക് VC നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ കഴിയും. അത് കൂടുതൽ അഴിമതിയിലേക്ക് എത്തുകയും ചെയ്യും. അതുതന്നെയായിരുന്നു നേരത്തെയും വലിയ രീതിയിൽ വിഷയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അന്നത്തെ ഗവർണർ എതിർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഇറക്കുന്നത്. ആ ഓർഡിനൻസിൽ ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുടെ ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ചായിരിക്കും VC തിരഞ്ഞെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഓർഡിനൻസ് ഇനി എങ്ങനെയാണ് ആ ഓർഡിനൻസിനോട് രാജ്ഭവൻ സ്വീകരിക്കുന്ന സമീപനം എന്നതാണ് നമുക്ക് ഏറ്റവും എടുത്ത് കാണേണ്ടത്. കാരണം ഈ ഒരു സമീപനത്തിൽ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഈ ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുക, അല്ലെങ്കിൽ രാജ്ഭവൻ അതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കൃത്യമായും സർക്കാർ പറയുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായി നിൽക്കുന്ന ആളുകളെ ഇതിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും, VC ആയിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. അത് സർവകലാശാലയിൽ നേരത്തെയും പല കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത്. ഈ വിഷയത്തിൽ രാജ്ഭവൻ എന്ത് നടപടിയെടുക്കുമെന്നതടക്കമുള്ളവ ചോദ്യചിഹ്നമായി വരികയും ചെയ്യുന്നു. രാജ്ഭവന് സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയും. കാരണം ഇത് ഇനി ഈ നിലവിലെ ഈ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തില്ലെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തില്ലെങ്കിൽ പോലും തുടർന്ന് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ മാത്രമായിരിക്കും ഇതൊരു ചർച്ചയായി വരികയും ചെയ്യുക. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് തീരുമാനം എന്താണ് രാജ്ഭവൻ എടുക്കുക എന്നടക്കമുള്ളതാണ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്ത് തീരുമാനമെടുക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്ഥിര VC നിയമനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് 9 സർവകലാശാലകളിലും സമാനമായ രീതിയിൽ VC
VC നിയമനമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സെർച്ച് കമ്മിറ്റികൾ വഴി തിരഞ്ഞെടുക്കുന്നവരെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. അത് സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അതിൽ സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ആളുകളെയാണ് അവിടെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമെങ്കിൽ അത് സർക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നവരെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരികെ കയറ്റുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും ഇതിലിനിപ്പോൾ രാജ്ഭവൻ എന്താണ് നടപടിയെടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത്. ഇതിൽ ഒപ്പുവയ്ക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടാകുക. വിനോദ്, തീർച്ചയായും അന്തിമ തീരുമാനം രാജ്ഭവനിൽ നിന്ന് തന്നെ ഉണ്ടാകണം. VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ ആലോചിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട രാജ്ഭവനിൽ ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകുന്നത്. ഇടുക്കി മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സാഹസികതയുടെയും വിനോദസഞ്ചാരത്തിൻ്റെയും വേറിട്ട അനുഭവം സമ്മാനിക്കുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഡോം തിയേറ്റർ. 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റിയിൽ പേടിപ്പെടുത്തുന്നതും രസകരവുമായ ചെറു വീഡിയോകളുമാണ് ഡോം തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. മഹാസമുദ്രങ്ങളിലൂടെ യാത്ര ചെയ്യാം, ദിനോസറുകളെ കാണാം, കൊടുംവനത്തിലെ കാഴ്ചകൾ ആവോളം ആസ്വദിക്കാം. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ പുത്തൻ അനുഭവം. ഒരു സമയം 30 പേർക്ക് തിയേറ്റർ അനുഭവവേദ്യമാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് 3D തിയേറ്റർ എന്നതാണ് പ്രത്യേകത. നമ്മുടെ ദേവികുളം റോട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിൽ പുതിയതായിട്ട് വന്നൊരു റൈഡാണ് ഡോം തിയേറ്റർ. കാണാൻ വളരെ അടിപൊളിയായിരുന്നു. ഒരു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഒരു പേടിയൊക്കെ തോന്നി. കൊള്ളായിരുന്നു, സൂപ്പറാണ്, അടിപൊളി. DTPCയുടെ കീഴിലാണ് ജില്ലയിലെ രണ്ടാമത്തെ ഡോം തിയേറ്റർ മൂന്നാറിൽ ആരംഭിച്ചിരിക്കുന്നത്. 80 ലക്ഷം രൂപയാണ് തിയേറ്ററിന്റെ നിർമ്മാണത്തിനായി ചിലവായത്. മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് ഡോം തിയേറ്റർ ഒരു പുതിയ അനുഭവമാകുമെന്ന കാര്യം ഉറപ്പ്. ജനം, ഇടുക്കി. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ. ബ്രിട്ടൻ, ആസ്ട്രേലിയ, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ഈ നീക്കത്തെ എതിർത്തിരുന്നു. എതിർപ്പുകൾക്കും ഉപരോധങ്ങൾക്കും തങ്ങളുടെ നിലപാടിനെ ദുർബലപ്പെടുത്താൻ ആവില്ല എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് അറിയിച്ചു. സൈനിക നടപടിയിലൂടെ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സ്വതന്ത്ര സംവിധാനത്തെ ഭരണം ഏൽപ്പിക്കാനാണ് ഇസ്രായേൽ നീക്കം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഗാസയുടെ കാര്യത്തിൽ ഇസ്രായേൽ നിലപാട് കടുപ്പിക്കുകയാണ്. അതായത് നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് യാതൊരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ഇപ്പോൾ ഈ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഏൽപ്പിക്കുക എന്നൊരു ആശയമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഹമാസിന്റെ നിയന്ത്രണം ഒട്ടും പാടില്ലെന്നും ഹമാസ് നിയന്ത്രിക്കുന്ന യാതൊരു സംവിധാനങ്ങളും അവിടെ അനുവദനീയമല്ല എന്നതും മാത്രമല്ല പൂർണ്ണമായ നിരായുധീകരണം ഹമാസിനെതിരെ നടക്കേണ്ടതുണ്ട് എന്ന നിലപാടുമാണ് വളരെ കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ഗാസയിൽ ഇത്തരത്തിലുള്ള സൈനിക അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതിനെതിരെ UN-ഉം അതുപോലെ തന്നെ പല രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. അമേരിക്ക പോലും അത് കർശനമായ നടപടികളായി മാറരുത് എന്ന രീതിയിലുള്ള സൂചനകളൊക്കെ നൽകിയുള്ള പ്രതികരണവും നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ ഒന്നും തന്നെ വകവയ്ക്കേണ്ടതില്ല. കൃത്യമായ നടപടികൾ സ്വീകരിക്കുക. അതായത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ തൊട്ടടുത്ത് തന്നെയുള്ള ഹമാസിന്റെ ശക്തി കേന്ദ്രമായി മാറുന്ന ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നൊരു നിലപാട് തന്നെയാണ് ഗാസയെ നിയന്ത്രിക്കുന്ന ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നൊരു നിലപാട് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇസ്രായേൽ ഇക്കാര്യത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണ് എന്ന് തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇതിനെ കൃത്യമായി എതിർത്തിരുന്നുവെങ്കിൽ കൂടി ഉപരോധങ്ങൾ കൊണ്ടുവന്നാലും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അതുപോലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങണം. അതിന് മറ്റു നടപടികളെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ നിർബന്ധങ്ങളെ ഒന്നും വകവയ്ക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 75% ഗാസയുടെ നിയന്ത്രണം, ആ പ്രദേശത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ കൈവശമാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ സേന നിയന്ത്രിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പ്രദേശങ്ങൾ കൂടി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കലും അതിനുശേഷം 20ഓളം ബന്ദികൾ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട് ഹമാസിന്റെ. അവരുടെ മോചനം ഉറപ്പാക്കുകയും വേണമെന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇസ്രായേൽ നിലപാട് കടുപ്പിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. ചൈനയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. വടക്കു പടിഞ്ഞാറൻ
ഗാർസു പ്രവിശ്യയിൽ വെള്ളപ്പൊക്കത്തിൽ 10 പേർ മരിക്കുകയും 33 പേരെ കാണാതാവുകയും ചെയ്തുവെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ ലാൻഷെ നഗരത്തിനടുത്ത് മണ്ണിടിച്ചിലുണ്ടായി. സിംഗ്ലോങ് മേഖലയിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായതോടെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആകാതെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു. 4 ഗ്രാമങ്ങളിലായി 4000-ഓളം പേരാണ് ദുരിതം അനുഭവിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായി പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു.